പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ പ്രതികാരം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിനി മുതൽ ഞായറാഴ്ച ആയിരിക്കില്ല, തിങ്കളാഴ്ച ആയിരിക്കും പ്രതികരണം പരിപാടിയുമായിട്ട് വരുന്നത് കേട്ടോ. സമയം വൈകുന്നേരം 6:05. വീണ്ടും ഞങ്ങളുടെ പഴയ സമയത്തിലേക്ക് പോയി, ഇരുട്ടിലേക്ക് കയറി വരികയാണ്. ശ്രീകല എസ്, എൻ്റെ കമൻറ്റ് ഇതുവരെ പ്രതികരണം പരിപാടിയിൽ വായിച്ചിട്ടില്ല. എന്താ അജുവിനും സരിതയ്ക്കും വേണ്ടപ്പെട്ടവരുടേത് മാത്രമേ വായിക്കുള്ളൂ എന്നുണ്ടോ? ഞാനൊന്നും വേണ്ടപ്പെട്ടവരല്ലേ? ഇനി എന്നാ പ്രതികരണം പരിപാടി, അന്നെങ്കിലും വായിക്കുമോ? അങ്ങനെ വേണ്ടപ്പെട്ടവരായിട്ട് എന്താ വേണ്ടപ്പെട്ടവരല്ലാത്തവരായിട്ട് ആരുമില്ല നമുക്ക് കേട്ടാ ഇതില്. എല്ലാവരും വേണ്ടപ്പെട്ടവരാണ്. ചിലപ്പോൾ ഇങ്ങനെ കണ്ണിയപ്പെടാണ്ട് ഇങ്ങനെ പോണതാണ് നമ്മൾ. ആ സമയത്തേ വായിക്കാൻ അയ്യോ നാളെയല്ലേ കമൻറ്റ് വായന ഇടേണ്ട ദിവസം. അപ്പം ഇന്ന് വേഗം വീഡിയോകളിലത്തെ കമൻറ്റ്സ് കുറച്ചങ്ങോട്ട് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടണത് അങ്ങോട്ട് എടുക്കും. അതാ ചില സമയത്ത് എന്ന് പറഞ്ഞാൽ കമൻസിന് റിപ്ലൈ കൊടുക്കണതിൻ്റെ ഒപ്പം എടുക്കും. അപ്പോൾ സമാധാനമായിട്ട് നമുക്ക് വായിച്ച് നോക്കുമ്പോൾ നല്ല കമൻറ്റ് തോന്നുന്നത് അങ്ങനെ എടുത്തു പോകും. അതാ നല്ലത് അല്ലേ? അങ്ങനെയാകുമ്പോൾ ഒരു വിധം പേരെ കിട്ടും. അപ്പം തൊട്ടാച്ചിട്ടുണ്ടെങ്കിൽ കണ്ടമാനവും നല്ല കമൻ്റ് ഒന്നും ഉദ്ദേശിച്ചാൽ എല്ലാവരും നല്ല കമൻറ്റ് തന്നെ. അതെല്ലാം കൂടുതൽ ഇപ്പം ഇങ്ങനെ വെറുതെ വായിച്ച് രസിക്കാനുള്ള ഒരു കമൻറ്റുകളില്ലേ, അതാണ് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നല്ല കമൻറ്റ് ഒന്നും അല്ലാണ്ട് എല്ലാവരും നല്ല കമൻറ്റ് തന്നെ. ഇന്ദിര കെയർ, സീമയുടെ പനി കുറഞ്ഞു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. ചേച്ചി ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലെത്തിയിട്ടാ. ഇന്നലെ എത്തി. ഇടയ്ക്ക് ചേച്ചിയുടെ പനി കുറഞ്ഞു, പക്ഷേ കയ്യുമ്മലും കാലുമ്മലും നിറയെ ചുമന്ന് തടിച്ചിട്ട് നീര് വന്നു. അപ്പോൾ പിന്നെ വേറെ 3-4 ടെസ്റ്റുകൾക്ക് ബ്ലഡ് എടുത്തിട്ട് അയച്ചു. അതിൻ്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടി വൈകി. അതുകൊണ്ടാണ് ഇത്രയും ഡിസ്ചാർജ് ആക്കാൻ വൈകിയത്. ചേച്ചിയുടെ പനി മാറി പിന്നെ 2 ദിവസം എന്തോ അലർജിയുടെ മരുന്നൊക്കെ കൊടുത്തപ്പോൾ ആ ചുമന്നതും നീരും ഒക്കെ പോയി. ചേച്ചിയുടെ പനിയും എല്ലാം മാറി. ചെറുതായിട്ട് ഇവിടെ ഒരു കഫക്കെട്ടിൻ്റെ ഉണ്ട്, ഇപ്പോഴും ഒരു ചുമേരയുണ്ട്. ചേച്ചി ഇന്നലെ വീട്ടിലെത്തിയിട്ടുണ്ട്. ക്ഷീണം അയാൾക്ക്. പാവം മല്ലൻ ചേട്ടനും ആകെ ഒരു ഉഷാർ കുറവ് ഫീൽ ചെയ്യുന്നു. ചെറിയേട്ടൻ പറഞ്ഞത് ശരിയാണ്. ആലപ്പുഴയിലൊക്കെ മത്തൻ്റെ പൂവും പടർന്നു പോകുന്ന തളിരുമൊക്കെ കെട്ടാക്കി അങ്ങാടിയിൽ വാങ്ങാൻ കിട്ടുമായിരുന്നു. 40 വർഷങ്ങൾക്ക് മുൻപുള്ള ഓർമ്മയാണ് കേട്ടോ. ഇപ്പോൾ ഉണ്ടോ എന്നറിയില്ല. ഇടയ്ക്കൊക്കെ പോകുമെങ്കിലും ഇപ്പോൾ കോഴിക്കോടാണ് താമസം. ആയുസ് വർദ്ധിക്കാൻ ചിരി നല്ലതാണെന്നാണ് പറയുന്നത്. നിങ്ങളുടെ വീഡിയോ കാണുന്നതിലൂടെ എല്ലാവർക്കും ആയുസ് കൂടും എന്ന പ്രാർത്ഥനയോടെ താങ്ക് യു ഡിയേഴ്സ്. വളരെ വളരെ സന്തോഷം. അടുത്തത് പ്രബീത കോരക്കാര വീട്ടിൽ. രാവിലെ എഴുന്നേറ്റ് പറമ്പിലൂടെ ഇതുപോലെയുള്ള നടത്തത്തോളം സുഖം ഒന്നിനും ഉണ്ടാവില്ല. വേറെ ലെവലാ. ആത്തച്ചക്ക മൂത്തിനല്ലോ ചെറിയേട്ടൻ എന്തേ പറിക്കാത്തേ? മൂത്തിട്ടുണ്ടല്ലോ. പ്രബീത ഇവിടുത്തുകാരിയല്ല, ഈ കാസർഗോഡുകാരിയാണോ തമിഴ്നാട്ടുകാരിയാണെന്ന് അറിയില്ല. പാരീസിലാണ് പ്രബീത. നമുക്ക് ഒരു അടിപൊളി അവരെ നാട്ടിൽ പണ്ട് വെച്ചുകൊടുന്ന ഒരു അയിലോണ്ടുള്ള കട്ട്ലേറ്റ് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ചെയ്യാട്ടാ, സമയം കിട്ടാത്ത കാരാണ്. അതുകൊണ്ട് ആളുടെ ഈ എഴുത്തിലെ മംഗ്ലീഷും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു എഴുത്താണ്. ഭയങ്കര തപ്പലാ, കുറെ എഴുതി കൂട്ടുകാള്. അതന്നെ കുറെ എഴുതും. ആത്തച്ചക്ക മൂത്തിട്ടുണ്ടല്ലോ എന്ന് ചെറിയേട്ടൻ എന്തേ പറിക്കാത്തേന്ന് വിചാരിക്കുന്നു. പിന്നെ കിളികളുടേതാവും. കിളികൾ കൊണ്ടുവന്ന് പറിച്ചില്ലെങ്കിൽ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ആത്തച്ചക്ക. അവിടെ ആർക്കും വേണ്ട. ഞാനെങ്ങാനും അവിടെ വന്നാൽ അയ്യോ വേണ്ടാന്ന് വിചാരിക്കല്ലേ, ഇവിടെ വേണം. ചെറിയേട്ടൻ പൊട്ടിച്ച് പഴിപ്പിച്ചിട്ടല്ലേ നമുക്ക് കൊണ്ടുവന്നേ. അവിടെ ഞാൻ പറഞ്ഞില്ലേ, ഒറ്റ സാധനങ്ങളും പേരക്കായാലും ഒന്നും കിളികൾക്കൊന്നും കിട്ടില്ല. ചെറിയേട്ടൻ ഈ കല്ലും മണ്ണും തിന്നാൻ പറ്റും. ചെറിയേട്ടൻ അതൊന്നും തിന്നാനാ എല്ലാ തിന്നാനുള്ള സാധനങ്ങളും ചെറിയേട്ടൻ കയ്യോടെ പൊട്ടിച്ച് അത് കൊണ്ടുവയ്ക്കും അകത്ത്. ഞാനെങ്ങാനും അവിടെ വന്നാൽ മരത്തിൽ കയറിയിരുന്ന് ഓക്ക കഴിച്ചിട്ടേ ഇറങ്ങും. സീതപ്പഴത്തിനേക്കാൾ ടേസ്റ്റ് ഇതുപോലത്തെ ആത്തച്ചക്കയാണ്. ചെറിയേട്ടൻ ശരീരം വിട്ടുള്ള കളിയില്ല. എല്ലാത്തിൻ്റെ കാര്യത്തിലും ശ്രദ്ധയാ. വെള്ളക്കാർ കൂടുതലും ഇങ്ങനെയാണ്. വെള്ളക്കാരൻ ചെറിയേട്ടൻ കാണാനും അങ്ങനെയൊക്കെ തന്നെ. ചെറിയേട്ടനെ കാണാനും അങ്ങനത്തൊക്കെ തന്നെയാണ്. സായിപ്പിൻ്റെ പോലെയാണ്, വെള്ളക്കാരനെ പോലെയാണ്. അടുത്തത് രഞ്ജിത്ത് മേനൻ. അജു ചെറിയേട്ടൻ ആ ഗാഗ് ഫ്രൂട്ട് ജ്യൂസ് കൊടുക്ക്, അടിച്ച് പൂസാവട്ടെ. പിന്നെ നിങ്ങളുടെ ക്യാമറ ക്ലാരിറ്റി അടിപൊളിയാണ്. രാവിലത്തെ വെയിൽ തട്ടി ഇലകളുടെ ഗ്ലാമർ ഒന്ന് വേറെയാണ്. ക്യാമറ ക്വാളിറ്റി പറയാതിരിക്കാൻ വയ്യ. ഇപ്പോഴല്ലേ പിടികിട്ടിയത് നിങ്ങളുടെ ഗ്ലാമറിൻ്റെ സീക്രറ്റ്. അജു നമസ്കാരം. അത് അതിരാവിലെ ഒരു മഞ്ഞിൻ്റെ ഒരു മേലാപ്പ് നമ്മുടെ മൊത്തത്തിലുണ്ടാവും. അത് ചിലപ്പോൾ ചിലർ പറയും അത് പച്ചപ്പ് കുറവാണെന്നൊക്കെ പറയും. പക്ഷേ അത് ആ മഞ്ഞിൻ്റെ ഒരു ഇതാണ്. ക്യാമറ ക്വാളിറ്റി ഇപ്പോൾ നമ്മുടെ അടിപൊളി തന്നെയാണല്ലേ, എല്ലാവരും പറയുന്നുണ്ട്. നമ്മുടെ വീഡിയോയിൽ കാണാൻ തന്നെ നല്ല രസമാണെന്ന് പറയും. ചിലവർ പറയും ക്വാളിറ്റി കുറവുന്നത്. അവരുടെ അവിടെ നെറ്റ് സ്ലോ ആവുമ്പോഴേ, നമ്മളവിടെ നെറ്റ് കുറയുമ്പോൾ യൂട്യൂബ് നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബ് നമ്മുടെ ക്യാമറയുടെ വീഡിയോൻ്റെ ക്ലാരിറ്റി കുറയ്ക്കും.
എന്നാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. നമ്മൾ 4K ഇടണേ. ആ 4K കാണണമെന്നുണ്ടെങ്കിൽ നല്ല വൈഫൈ ഒക്കെ ഉള്ളിടത്താണ് 4K തന്നെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഫോണിൻ്റെ തന്നെ നമ്മൾ നെറ്റ് ഉപയോഗിച്ചിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ നെറ്റ് നമ്മുടെ തീരാറായും വിചാരിക്കുക. അപ്പോൾ പെട്ടെന്ന് ക്ലാരിറ്റി ഒറ്റ കുറയില്ല, 420ലേക്കൊക്കെ ഇങ്ങോട്ട് താഴ്ത്തും. അങ്ങനെ താഴ്ത്തുമ്പോൾ തീരെ ക്ലാരിറ്റി ഉണ്ടാവില്ല. അത് നമ്മൾ വീഡിയോ ഇടുന്നതിൻ്റെ പ്രശ്നമല്ല, നിങ്ങളുടെ അവിടുത്തെ നെറ്റ് സ്ലോ ആകുമ്പോൾ വരുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ എവിടെയെങ്കിലും ഈ വൈഫൈ സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കല്ലേ, അങ്ങോട്ട് ക്ലാരിറ്റി കുറയും. അങ്ങനെ അടുത്തത് അബ്ദുൾ അലീക്ക മലപ്പുറം. ഹായ് അജു, സരിത, സൂപ്പർ വ്ളോഗ്സ്. സൺഡേ പ്രതികരണം പരിപാടിയിൽ പറയണം, അലീഖാനെ മറക്കരുത്. അലീഖാനെ എപ്പോഴും പറയാം, അലീഖ ഇതാണ് പറയണം, പ്രതികരണം പരിപാടിയിൽ പറയണം. അലീഖ വീഡിയോനെ കുറിച്ച് ഒന്നും പറയില്ല. വീഡിയോനെ കുറിച്ചിട്ട് എന്തെങ്കിലും എഴുതിയാലല്ലേ നമ്മൾ ആ കമന്റ് വായിക്കുക. ഇത് ആളിങ്ങനെ പറയുള്ളൂ, പ്രതികരണം പരിപാടിയിൽ എന്റെ കമന്റ് വായിക്കണം, ഇത്രയാണ് ആകെ എഴുതുക, അല്ലാണ്ട് വേറെ ഒന്നും എഴുതില്ല. അടുത്തത് അലീഖ നീട്ടി വലിച്ചിട്ടൊന്ന് കുറച്ച് എഴുത്, ആ വീഡിയോനെ കുറിച്ചിട്ട് എഴുതുക, എന്നാലേ വായിക്കുള്ളൂ കേട്ടാ. അടുത്തത് സുഗന്ധി PS. സരിതേ, അജു ചേട്ടനെ കളിയാക്കി തെറ്റി പറഞ്ഞു തുടങ്ങിയില്ലേ. പിന്നെ ചെറിയേട്ടൻ്റെ കൃഷി രീതികൾ വളരെ നല്ലതാണ്. അത് ഞാൻ പൈനാപ്പിളിന്റെ മത്തങ്ങ കൃഷി അതേ മത്തങ്ങ എന്ന് പറഞ്ഞു, അതാണ്. പിന്നെ ചെറിയേട്ടൻ്റെ കൃഷി രീതികൾ വളരെ നല്ലതാണ്. മൂത്തവർ ചെയ്യുന്നത് കണ്ട് ചെയ്തുകൂടെ? വെള്ളം വെറുതെ വേസ്റ്റ് ആക്കി കളയുന്നത് എന്തിനാ അജു ചേട്ടാ? നിങ്ങളുടെ വീഡിയോ കണ്ടിരിക്കാൻ നല്ല രസമാണ്, സമയം പോകുന്നത് അറിയില്ല. ഒരുപാട് ഇഷ്ടം നിങ്ങളുടെ വീഡിയോ കാണാൻ. വളരെ വളരെ സന്തോഷം. ഇതൊക്കെയാണ് നമുക്ക് കേൾക്കുന്നത്, കോരി തരികന് കേൾക്കുമ്പോൾ, നിങ്ങളിങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ. ഭാരതി ആനന്ദ്. നമസ്കാരം അജു, സരിത, ജഗ്ഗു. കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന നല്ലൊരു വീഡിയോ സമ്മാനിച്ചതിന്. ഇതൊക്കെയാണെങ്കിലും ചീര മുറിക്കാൻ ഒരു ചെറിയ കത്രിക വാങ്ങിച്ചുകൂടെ സുഹൃത്തുക്കളെ? അജുവിന് അല്ലെങ്കിൽ വാങ്ങിച്ചുകൂടെ സുഹൃത്തുക്കളെ? അത് കണ്ടില്ലേ ചേച്ചി, മറ്റേ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഒരാള് അയച്ചു തന്നു. അമേരിക്കയിലുള്ള ഒരു സബ്സ്ക്രൈബർ നമുക്ക് അയച്ചു തന്നു. ആളുടെ പേര് ഇനി വീഡിയോയിൽ പറയാൻ ആൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലോ, അതുകൊണ്ടാണ് പറയാത്തത് നമ്മൾ. അപ്പോൾ ആള് അമേരിക്കയിൽ നിന്നുള്ള ഒരു സബ്സ്ക്രൈബറാണ്. നമുക്ക് ആമസോണിൽ ഓർഡർ ചെയ്തിട്ട് വന്നതാ. ചേട്ടൻ്റെ ഫോൺ നമ്പറൊക്കെ കൊടുത്തത്, അപ്പോൾ ചേട്ടൻ വിളിക്കാറുള്ള ആളാവും. പിന്നെ അജുവിന് അല്ലെങ്കിലേ വെപ്രാളം കൂടുതലാണ്, അതിൻ്റെ കൂടെ ബ്ലേഡ് വെച്ച് കൈ മുറിക്കണ്ട. ചെറുനാരങ്ങ കണ്ട് കൊതിയാകുന്നു. അജു, സരിതയ്ക്ക് ഒരു കൊട്ട വാങ്ങി കൊടുക്ക്. വീഡിയോ ഒത്തിരി ഇഷ്ടമായിട്ടോ. നിങ്ങളുടെ ചെറിയേട്ടൻ പറഞ്ഞ വളരെ ശരിയാണ്, വായിക്ക് രുചിയുള്ളത് വയറിന് നല്ലതല്ല എന്നാണ് പറയുന്നത്. പണ്ടും പറയുന്നത് തന്നെയാണല്ലോ ആളുകൾ. ഇപ്പോഴത്തെ ജനറേഷനുള്ള കുഴപ്പവും അത് തന്നെ. ഈ കമന്റ് വായനയിൽ ഒരു കോട്ട് വായ നിർബന്ധം. ഇപ്പോഴത്തെ ജനറേഷനുള്ള കുഴപ്പം അത് തന്നെ. പഴയതിനോട് എന്തിനും അവർക്ക് പുച്ഛം തന്നെ. മല്ലൻ ചേട്ടന് കുറേ ദിവസത്തിന് ശേഷം കണ്ടപ്പോൾ സന്തോഷം. ഇന്നെല്ലാവരെയും കണ്ടു, അപ്പോൾ തന്നെ സന്തോഷമായി. സീമയ്ക്ക് കുറവുണ്ട്, സാരമില്ല, എത്രയും വേഗം സുഖമായി വരട്ടെ. എല്ലാവരോടും ഒരുപാട് സ്നേഹം. കൊട്ട വാങ്ങിച്ചു കൊടുക്കാം. കൊട്ട ഇനി പച്ചക്കറി കൂടുതലാവട്ടെ എന്നിട്ടാണ് ഇരിക്കുന്നത്. കൊട്ട എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാം. അടുത്ത വിളവിന് നമ്മൾ കൊട്ടയുണ്ടായിരിക്കും. പിന്നെ ഞാൻ കൂട്ടുവായര കാര്യം പറയട്ടെ. കൊട്ടയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് കൂട്ടുവായര കാര്യം ഉറക്കം വരുമ്പോഴല്ലാന്ന്. കൂട്ടുവായര ശരീരത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്സിജന്റെ അളവ് കുറയുമ്പോൾ കോട്ടുവായിടുമ്പോ ചേട്ടൻ എന്താടാൻ തോന്നാത്തെ? സാധാരണ ആരെങ്കിലും കോട്ടുവായിടുമ്പോ നമുക്ക് തോന്നില്ലേ? നിങ്ങൾ ആരെങ്കിലും ഞാൻ കോട്ടുവായിടുന്നുണ്ട് എൻ്റെ ഒപ്പിട്ടാ ഇട്ടേ കമന്റ് ഇട്ടോളൂ. ഓക്സിജൻ സിലിണ്ടർ ഇവിടെ കൊണ്ടുവന്നിരിക്കേണ്ടി വരും. സാധാരണ ഈ നമ്മൾ ഈ കോട്ടുവായ ഇടുമ്പോൾ കോട്ടുവായ അടുത്തുള്ളവർ ഇടുമ്പോൾ തൊട്ടടുത്തുള്ളവർ ഇടാറുണ്ട്. പിന്നെ ഇങ്ങനെ മൂത്രം ഒഴിക്കാൻ ഒരാൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടുക, അങ്ങനത്തെ അതൊക്കെ ഇല്ലേ? പിന്നെ ആ പിള്ളേർക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് പണ്ട് ആ ഒരു ശീലം ഉണ്ടായിരുന്നല്ലോ, ഒരാൾ മൂത്രം ഒഴിക്കാൻ ആണെന്ന് പോവുകയാണെങ്കിൽ ഒഴിക്കുന്നതാണെങ്കിൽ പിന്നെ വരിയായിട്ട് ഇങ്ങനെ റോഡ് വെക്കത്ത് ഇങ്ങനെ വരി നിൽക്കുന്നത്. അല്ല ആണുങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. ആദില വ്ളോഗ്സ്. ഹലോ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ അല്ലേ ഏട്ടൻ്റെ വൈഫിന് പനിയാണെന്ന് അറിഞ്ഞതിൽ ഖേദിക്കുന്നു. അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളെല്ലാവരും മുണ്ടുടുത്ത് കണ്ടതിൽ വളരെ സന്തോഷം. പക്ഷെ നിങ്ങൾക്ക് ആർക്കും മുണ്ടുടുക്കുന്നത് ഒരു രസവുമില്ല. വയസ്സ് ഒരുപാട് തോന്നിക്കുന്നു. നിങ്ങൾ നിക്കറിട്ട് കൃഷി ചെയ്താൽ മതി. അതുപോലെ സരിത ഇട്ടിരിക്കുന്ന പാൻറ്റും ഷർട്ടും നല്ല രസമുണ്ട്. ഏതെങ്കിലും ഒരു ഓഫീസിൻ്റെ വാച്ചറാവാൻ നല്ല യോഗ്യതയുണ്ട്. പിന്നെ ചെറിയേട്ടൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ സരിത വളിച്ച് ചിരി പാസ്സാക്കുന്നുണ്ട്. വളരെ സന്തോഷം, ഞാൻ എൻജോയ് ചെയ്തു. ഗുഡ് വർക്കിംഗ്, കൊള്ളാം. എന്നാലും എല്ലാം കുറച്ച് കുറ്റങ്ങളും അതൊക്കെ പറഞ്ഞാലും തൊട്ട് തലോടി കഴിഞ്ഞാൽ അവസാനം കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൽ വളരെ സന്തോഷം. ചെറിയേട്ടൻ പറയുമ്പോൾ ഞാൻ വളിച്ച് ചിരിച്ചിരിക്കില്ല.
എനിക്ക് ഓർമ്മയില്ലേ. ചിരിച്ചാലും കുഴപ്പം. ഇത് എന്തിട്ട് വായ പൊത്തി പിടിച്ചിരിക്കുന്നു? സോറി. അടുത്തത് സതീദേവി. ഹായ് അജു, സരിത, ജഗ്ഗു. ഹായ്. നിങ്ങൾക്ക് എന്നോടൊരു ദേഷ്യമുണ്ട്. കഴിഞ്ഞ കുറച്ച് പ്രാവശ്യമായിട്ട് എൻ്റെ കമൻസ് വായിക്കാറേ ഇല്ല. നിങ്ങളുടെ എല്ലാ വീഡിയോസിനും കമൻസ് ഇടാറുള്ള 70 വയസ്സുള്ള ഒരു പാവം അമ്മയാണ് ഞാൻ. ചേച്ചിക്ക് കൽക്കണ്ടോ ഉള്ളിയും കൂടി ചതച്ചു കൊടുത്താൽ മതി, വേഗം ചുമ മാറും. ചെറിയേട്ടനും അനിലേട്ടനും അജുവിന് മോഡലാക്കാം. നല്ല ദിവസമായിട്ട് ഒരുപാട് ഇഷ്ടം. ഒരു സജഷൻ പറയട്ടെ, ഒരാളുടെ തന്നെ കമൻറ്റ് പല പ്രാവശ്യം വായിക്കാതെ ബാക്കിയുള്ളവരെ കൂടി ഉൾപ്പെടുത്താൻ ശ്രമിച്ചുകൂടെ? നമ്മളങ്ങനെ പരമാവധി ചെയ്യുന്നത് ചിലപ്പോൾ നമുക്ക് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമായിട്ട് എഴുതിയേക്കണ കാണുമ്പോൾ ആളുടെ തന്നെ വീണ്ടും എടുക്കുന്നത് നമ്മള് വായിക്കുമ്പോഴാ മനസ്സിലാവും, അയ്യോ ആളുടെ ഒരെണ്ണം എടുത്തു വെച്ചിട്ടുണ്ടല്ലോ. ചില ആളുകളൊക്കെ ഭയങ്കര പ്രത്യേക ഭയങ്കര കോമഡിയിൽ എഴുതുന്നത്, തമാശ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അങ്ങനെ എഴുതുന്ന റിയാസ് ഭയങ്കര തമാശക്കാരനാണ്. ആളെ കമൻറ്റുകൾ നമുക്ക് എല്ലാ വീഡിയോയിലും ആളെ ഒരു പ്രത്യേക കമൻറ്റുകളാണ്. നമ്മൾ ഒരാളെ മാറ്റി എടുത്ത് പറയല്ല കേട്ടാ, ഒരു ഉദാഹരണം പറയുന്നതാണ്. അപ്പോൾ ആളെ കമൻറ്റുകൾ 2, 3 ഒക്കെ നമുക്ക് വായിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ, അല്ലാണ്ട് ഇപ്പോൾ ആരും ഒഴിവാക്കണമെന്നല്ല. അടുത്ത് അശോക് വേൾഡ്. ചീരയും തക്കാളിയും മത്തനുമെല്ലാം കൃഷിത്തോട്ടത്തിൽ കണ്ണിറെ കാണുമ്പോൾ ആരുടെയും കണ്ണ് തട്ടരുത് എന്ന പ്രാർത്ഥനയിലാണ് ഞങ്ങൾ കാണുന്നത്. എത്ര കഷ്ടപ്പെട്ടാണ് അജയേട്ടൻ സരിതേച്ചി അവയെ വളർത്തിയെന്ന് ഓർക്കുന്നു. നിറയെ പാടം മുഴുവനും പച്ചക്കറികൾ നിറയട്ടെ. അടുത്ത് രശ്മി കൃഷ്ണൻ. സരിത ഇന്ന് ആത്തച്ചക്ക വച്ചങ്ങനെ പല്ലും തേച്ചു. ചെറിയേട്ടൻ്റെ മോൻ്റെ അല്ലേ കല്യാണം? സച്ചിയുടെ വൈഫ്, സച്ചിനല്ലാട്ടാ, സച്ചിൻ രണ്ടാമത്തോനാ, സഞ്ജു മൂത്തോൻ, സഞ്ജയ് എന്നാണ് അവൻ്റെ പേര്, സഞ്ജു എന്ന് വിളിക്കും. സഞ്ജുവിൻ്റെയാണ് കല്യാണം. സഞ്ജുവിൻ്റെ വൈഫ് എന്നാണ് ആൾ ഉദ്ദേശിച്ചത് കേട്ടാ. സഞ്ജുവിൻ്റെ വൈഫ് വിചാരിക്കുന്നുണ്ടാകും, ദൈവമേ ഒരു ഇഡ്ഡലി എനിക്ക് കൂടുതൽ കഴിക്കാൻ തോന്നിയാൽ. തമാശ. 12 ഇഡ്ഡലി ഉണ്ടാക്കാൻ ചെറിയേട്ടൻ പറയില്ലേ, തമാശ പറഞ്ഞതാണേ. ചെറിയേട്ടാ ഞാൻ അത്രയും മതി, ഫുഡ് ആണേലും എന്താണേലും ആവശ്യത്തിന് മതി, അപ്പോഴേ നമുക്ക് വിലയുണ്ടാകുള്ളൂ. അതിന് ചേട്ടൻ പറഞ്ഞതാണ് കറക്റ്റ്. ശരി. അടുത്തത് ആദർശ് പണിക്കർ. കൊള്ളാം, പുലർക്കാല മഞ്ഞിൻ്റെ നനുനനുത്ത ചിത്രങ്ങൾ, ഗുഡ്. ഒപ്പം പ്രൗഢോജ്വലമായ കാഴ്ചകളും. വീഡിയോ കണ്ടുകൊണ്ടിരുന്ന ഓരോരുത്തർക്കും ആരോഗ്യദായകമായ പോസിറ്റീവ് എനർജി കിട്ടി എന്നുള്ള കാര്യം 100%. ചെറിയേട്ടൻ്റെ ആരോഗ്യശീലങ്ങളും വർത്തമാനങ്ങളും എത്ര ഭംഗിയുണ്ട്. ചെറിയേട്ടൻ പറഞ്ഞത് ശരിയാണ്. എൻ്റെ ജില്ലയായ ആലപ്പുഴയിൽ ചേർത്തലയിലും കഞ്ഞിക്കുഴിയിലും മത്തൻ്റെ പൂക്കൾ ദിവസവും ദൂരദേശങ്ങളിൽ നിന്നും തേടിയെത്തുന്നവർക്ക് കൊടുക്കാൻ തികയാതെ വരുന്നു. ഇതിലൂടെ ആയിരങ്ങൾ വരുമാനം നേടുന്ന ഒരുപാട് വർണ്ണശബളത വാരി വിതറി സമർത്ഥമായി നിൽക്കുന്ന ചെറിയേട്ടൻ്റെ നാരകം മനോഹരം തന്നെ. പിന്നെ നമ്മുടെ കാരണവർ അനിലേട്ടനെ കണ്ടപ്പോൾ കൂടുതൽ സന്തോഷം. ചേച്ചിക്ക് സുഖമായി വരുന്നതെന്ന് അറിഞ്ഞതിൽ സന്തോഷം. പിന്നെ അജുവേട്ടൻ്റെ തമാശകളും സരിതയുടെ വർത്തമാനവും ജഗ്ഗുവിൻ്റെ കളി തമാശകളും പിന്നെ അർണോൾഡ് ഷ്വാർട്ട്സെനഗറിനെ പോലെ ചെറിയേട്ടൻ്റെ മതിലിന് മേലെയുള്ള ജമ്പിങ് എല്ലാം കൂടി വീഡിയോ സംഭവ ബഹുലം. ഗുഡ്. വീഡിയോയിൽ പങ്കെടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ, ആശംസകൾ, ഹാപ്പി, ഇഷ്ടം, സ്നേഹം. അടുത്ത മനോഹരമായ കാഴ്ചകൾക്കും പാട്ടിനുമായി കാത്തിരിക്കുന്നു. സസ്നേഹം പണിക്കർ. പണിക്കർ അങ്ങനെ ഒരു നീണ്ട കത്തെഴുതി. അടുത്ത റിതം ഓഫ് നേച്ചർ. ഇതൊക്കെ കാണുമ്പോൾ ഗൾഫിലെ ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ വരാൻ തോന്നും. പിന്നെ പട്ടിണി കിടക്കണല്ലോ എന്ന് ആലോചിച്ച് ഓർത്ത് ഇവിടെ തന്നെ നിൽക്കും. അടുത്ത് ഷർമിള റജി. ഡീപ്പ് ബ്രത്ത് എടുത്ത് മാക്സിമം ഹോൾഡ് ചെയ്ത് ശ്വാസം പുറത്തേക്ക് വിട്ടാൽ കഫമുണ്ടെങ്കിൽ പുറത്തേക്ക് വരും. നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്ന് വേണം ചെയ്യാൻ. അത് ചേച്ചിക്ക് കഫ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിന് പറഞ്ഞേക്കണ ഒരു ഇതാണ് കേട്ടോ. ഗൾഫ് കോൺ. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ സംഭാഷണവും അവിടുത്തെ അന്തരീക്ഷവും എല്ലാം കൂടി ഒരു പോസിറ്റീവ് വൈബ്. ചെറിയേട്ടൻ ടിപ്സ് ആൻഡ് ഐഡിയാസ് എന്നും പറഞ്ഞൊരു സെഗ്മെൻറ്റ് തുടങ്ങാം. അടുത്ത് രഞ്ജു ബിനു. ഹായ് അജു ചേട്ടാ, സരിത, ജഗ്ഗു, വീഡിയോ സൂപ്പർ. രാവിലെ തന്നെ കുടുംബത്തോടെ ചിരിപ്പിക്കാൻ ഇറങ്ങിക്കോളും. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നതും. പാത്രത്തിലെ കയ്യും പിന്നെ സരിത പറഞ്ഞ മത്തങ്ങയുടെ കാര്യം, അതായത് ഉത്തമ ഞാൻ പറഞ്ഞത് മനസ്സിലായോ? പിന്നെ അജുചേട്ടൻ പറഞ്ഞ അനിലേട്ടൻ്റെ സുമോ ഗുസ്തിയും കേട്ട് ചിരിച്ചൊരു വഴിയായി. ചെറിയേട്ടൻ്റെ ഹെൽത്ത് ക്ലാസ് സൂപ്പർ. പൈനാപ്പിൾ കണ്ടിട്ട് മത്തങ്ങയാണെന്ന് പറയുന്ന സരിത. എന്നാൽ പല്ല് തേക്കുന്നില്ല പിന്നെയാണോ സരിതയുടെ ആന പല്ല് തേക്കുന്നില്ല പിന്നെയാണോ സരിതയുടെ പല്ല്? എന്നാലും ആത്തച്ചക്ക മൊത്തം കഴിച്ചു. അനിലേട്ടനെ കണ്ടതിൽ സന്തോഷം. ചേച്ചിക്ക് വേഗം സുഖമാവട്ടെ. നിങ്ങളുടെ നമ്പർ തരാമോ? വരാൻ പറ്റുന്നില്ല, വിളിക്കെങ്കിലും ചെയ്യാമല്ലോ. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, അതിൽ മെസ്സേജ് ഇട്ടാൽ മതി. വാട്സപ്പ് വിളിച്ചാൽ കിട്ടില്ല, അതിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാലേ കിട്ടുള്ളൂ കേട്ടോ.
അടുത്തത് ലച്ചൂസ് ക്രിയേഷൻ. സരിതേ അജു ചേട്ടാ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പഴമാണ് ആത്തച്ചക്ക. പിന്നെ ഇവിടെ ഒരു ചെറുനാരങ്ങ 5 രൂപയാണ് ഒന്നിന്, അതും നീരൊന്നും ഇല്ലാത്ത നാരങ്ങ. നിങ്ങൾക്ക് സുലഭമായി കിട്ടുന്നു. സ്നേഹം മാത്രം. ഇത്രയും ദിവസം ക്രിസ്തുമസിൻ്റെ സ്റ്റിച്ചിങ് ആയിരുന്നു. വീഡിയോ കാണും, കമൻറ്റ് ഇടാനുള്ള ടൈം കിട്ടാറില്ല സരിതേ. അയ്യോ എന്തിനാ ഇഷ്ടമല്ലേ. അപ്പോൾ സ്റ്റിച്ചിങ് ആയിരിക്കും ആൾക്ക്, അപ്പോൾ കണ്ടമാനം തയ്ക്കാൻ കിട്ടിയിട്ട് കമൻറ്റ് ഇടാൻ സമയം കിട്ടാറില്ലാണ്. രാസിലുലു, ചെറുട്ടൻ പറഞ്ഞത് വളരെ കറക്റ്റാണ്. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വെജിറ്റബിൾ തിന്നാൽ രോഗം കുറയും, ആയുസ് നീട്ടാൻ പറ്റില്ല, ബട്ട് രോഗം കുറയും. വെയിൽ കൊണ്ടാൽ സൗന്ദര്യം കുറയും, ബട്ട് ആരോഗ്യം ഉണ്ടാകും. മത്തങ്ങയുടെ ഫ്ലവർ തോരൻ സൂപ്പറാണ്. ഞാൻ ഇല തോരൻ വെക്കാൻ മട്ടൻ പടർത്തും. അടുത്തത് റെയിൻബോ പ്ലാന്റർ. എനിക്ക് ചുവപ്പ് ചീര ഒത്തിരി ഇഷ്ടമാണ്. എൻ്റെ സ്കൂൾ കാലഘട്ടത്തിലും കോളേജ് കാലഘട്ടത്തിലും എൻ്റെ ലഞ്ച് ബോക്സിൽ എപ്പോഴും ചുവപ്പ് ചീര തോരൻ, രസം, കട്ട ചമ്മന്തി, മുട്ട ഓംലെറ്റ്, അച്ചാർ എന്നിവ ഉണ്ടാവും. അടിപൊളി ടേസ്റ്റാണ്. ഇതൊന്നും ഇല്ലെങ്കിൽ എന്താ വായിലുള്ള കേൾക്കുമ്പോൾ കൊതിയാണ്. അതെ, ഇതൊന്നും ഇല്ലെങ്കിലും ചുവന്ന ചീരയും ചമ്മന്തിയും കൂട്ടി ഒരു പിടി ഇപ്പോഴും എനിക്ക് കൊതി തോന്നുമ്പോൾ ചെയ്ത് കഴിക്കും. എൻ്റെ മക്കൾക്കും ഇഷ്ടമാണ്. മോന് പനി കുറവുണ്ട്. കഴിഞ്ഞ ഇതിൽ മോന് പനിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എങ്ങനെയുണ്ട് പനിയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോന് പനി കുറവുണ്ട്, പക്ഷേ നല്ല ക്ഷീണമുണ്ട്. നല്ല രീതിയിൽ ചൂടുവെള്ളം കുടിക്കാൻ പറഞ്ഞു, നല്ല ഭക്ഷണം കഴിക്കാനും പറഞ്ഞു. വെള്ളം കൂടി നടക്കുന്നുണ്ട്. ഭക്ഷണം പോകാനാണ് ബുദ്ധിമുട്ട്. അതുകൊണ്ട് അവന് ഇഷ്ടമുള്ള ഭക്ഷണം വെച്ച് കൊടുക്കും. ഇവിടെ മിക്കവാറും ഉള്ള കുട്ടികൾക്കും പനിയാണ്, പനിയുടെ സീസൺ പോലെ. ഇന്നത്തെ വീഡിയോ വളരെ മനോഹരമായിട്ടാ സരിതേച്ചി. അപ്പോൾ മോൻ്റെ അസുഖം വേഗം മാറി ഉഷാറാവട്ടെ. ഈ അസുഖം വന്നു കഴിഞ്ഞാലേ നമുക്ക് വായിക്കൊന്നൊരു ടേസ്റ്റും ഉണ്ടാവില്ല, ഭക്ഷണം കഴിക്കാൻ തോന്നൂല. അത് ശരീരം തന്നെ ചെയ്യുന്നൊരു മെക്കാനിസം ആയിരിക്കും. അധികം ഫുഡ് കഴിച്ച് ദഹനക്കേട് വരണ്ടാന്ന് വെച്ചിട്ട് കുറച്ച് മിതമായ രീതിയിൽ ഭക്ഷണം കഴിച്ചാൽ മതി എന്നായിരിക്കും ആ സമയത്ത്. അപ്പം നമുക്ക് വായിക്കൊന്നൊരു ടേസ്റ്റും ഉണ്ടാവില്ല. സീമ ചേച്ചിയും അത് തന്നെയായിരുന്നു, ഭക്ഷണമേ കഴിക്കണ്ടായിരുന്നില്ല. എന്നിട്ട് കുറേ കുപ്പി ഗ്ലൂക്കോസൊക്കെ കയറ്റി. അങ്ങനെ രാഗിണി ദേവി MR. കാലത്തെ തന്നെ ഒത്തിരി പോസിറ്റീവ് എനർജി തരുന്ന കാഴ്ചകൾ കാണിച്ചു തന്ന അജു, സരിത, ക്യാമറാമാൻ ജഗ്ഗു, വളരെ നന്ദി. സ്നേഹസമ്പന്നനായ അനിലേട്ടനെയും അത്ഭുത മനുഷ്യനായ ചെറിയേട്ടനെയും കാണുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. സീമ വേഗം സുഖമായി വരാൻ പ്രാർത്ഥിക്കുന്നു. ആൻസ്. അഗ്രികൾച്ചറൽ ലാൻഡിലെ ചീര പൊട്ടിച്ച് ലെമൺ പെറുക്കി ചെറിയേട്ടൻ്റെ പറമ്പിലെ ആത്തച്ചക്ക തിന്ന് പറമ്പിൽ കറങ്ങി അനിൽ ചേട്ടനെ കണ്ടു. ചേച്ചിയുടെ ഹെൽത്ത് ഹാസ് മെയ്ഡ് ഹിം മെൻ്റലി ഇൽ. എല്ലാവരുടെയും അഗ്രികൾച്ചറൽ ലാൻഡ് കാണാൻ ഭംഗിയുണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ ചീര ഉപ്പേരി. ഹാവ് എ നൈസ് ടൈം. ബൈ. സന്തോഷം. അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ആ മധുരക്കിഴങ്ങ് ചേട്ടൻ തെങ്ങിനെ കടക്കുന്ന മാറ്റിയ വീഡിയോ ആണ് കേട്ടോ. അതിൽ ചേട്ടനെ കമൻറ്റ് ബോക്സിൽ എല്ലാവരും കൂടി പൊങ്കാല ഇട്ടിട്ടുണ്ട്. സാധാരണ എനിക്കാണ് നെഗറ്റീവ് കമൻറ്റ്സ് വരാറ്, ഇപ്രാവശ്യം ചേട്ടനാണ് വന്നിട്ടുള്ളത്. വായിക്കൂ. ചേട്ടനത് കേൾക്കാൻ ധൃതിയായി. നന്ദാസ് വ്യൂ. ഇതുപോലൊരു മനുഷ്യൻ എൻ്റെ വീട്ടിലുമുണ്ട്. സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ടെടുക്കും. ഇരട്ടിപ്പണി അതേ കൈവശമുള്ളൂ. ലാസ്റ്റ് നമ്മൾ പറഞ്ഞിടത്ത് കാര്യങ്ങൾ എത്തും. അജു ചിരിച്ചുകൊണ്ട് കേട്ടിരിക്കും. ഇത് അങ്ങനെയല്ല, വെറുതെ തർക്കിക്കാൻ വരും. ലാസ്റ്റ് പറയും ഒരു വീട്ടിൽ 2 ബുദ്ധിയുള്ളവർ വേണ്ടത്രേ. അടുത്തത് ഷീലത ദേവൂസ് എന്നാണ് തോന്നുന്നുണ്ട്. അജുവിൻ്റെ സംസാരം കേൾക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത്. മധുരക്കിഴങ്ങ് പോലെ അല്ല, നല്ല സൂപ്പർ മധുരക്കിഴങ്ങാണ്. ചുവപ്പ് മധുരക്കിഴങ്ങിനാണ് വില കൂടുതൽ. ചുവന്ന വേരുകൾ മൂത്താണ് മധുരക്കിഴങ്ങ് ഉണ്ടാകുന്നത്. എന്തിനാ അത് പറിച്ചു കളഞ്ഞത്? സരിതയ്ക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട്. കടിച്ചു പിടിച്ച് നിൽക്കുകയാണ് പാവം. അജു പഴയ പാട്ട് ഓർത്ത് പാടിയത് സൂപ്പർ. സരിതയുടെ പാട്ട് സൂപ്പർ. അടുത്ത മുല്ല ഷിബിർ. കണ്ണുനീരിനും ടാറ്റ, ചുടുകണ്ണുനീരിനും ടാറ്റ. ചിരിക്കാം ചിരിക്കാം ചിരിച്ചുകൊണ്ടിരിക്കാം, ചിരിയുടെ അമിട്ടിന് തിരികൊളുത്താം. കണ്ണുനീരിനും ടാറ്റ, ചുടു കണ്ണുനീരിനും ടാറ്റ. ചിരിക്കാം ചിരിക്കാം ചിരിച്ചു കൊണ്ടിരിക്കാം, ചിരിയുടെ അമിട്ടിന് തിരി കൊളുത്താം. ആ പാട്ട് കേട്ടില്ലേ? ഈ പാട്ടിന് വീടി രായപ്പൻ്റെ ഒരു പാരഡി ഉണ്ട്. മറ്റേ കോഴികളുടെ കഥാപ്രസംഗമില്ലേ, അതിൽ എനിക്ക് ഓർമ്മയില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ അതൊന്ന് ഇത് എനിക്ക് ഓർമ്മയില്ല. അത് യൂസഫ് അലി കേച്ചേരി എഴുതിയൊരു ഗാനമാണിത്. നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ ഞാൻ എന്ന പ്രേക്ഷകന് ഫീൽ ചെയ്യുന്നത്, എത്ര മായ്ച്ചാലും മായാത്ത കണ്ണുനീര് പോലും ഏറെ വിലപിടിപ്പുള്ള നിങ്ങളുടെ ചിരി വീഡിയോ കാണുമ്പോൾ മറഞ്ഞു പോകും മനസ്സിൽ നിന്ന്. അത്രയേറെ ചിരിക്കാനുണ്ട് ഓരോ വീഡിയോയിലും. എനിക്ക് തോന്നാറുണ്ട് അജുവേട്ടൻ്റെ ഈ ചിരി ചിലമ്പൊലി കേട്ടിട്ടാവും ആ മത്തൻ പൂവുകളും കായ്കളും ഒക്കെ പൊഴിഞ്ഞു പോകുന്നത്. നമ്മളൊക്കെ ചില സന്ദർഭങ്ങളിൽ പറയാറില്ലേ ചിരിച്ച് ചിരിച്ച് മൂത്രം പോയിന്ന്. അതുപോലെ പച്ചക്കറികൾ പോലും ചിരിച്ച് ചിരിച്ച് മൂത്രം പൊഴിക്കാൻ ഇല്ലാത്തത് കൊണ്ട് അവർ പൂ പൊഴിക്കുകയാണെന്ന്. എന്തായാലും മുല്ല ഷബീറിന്റെ മനോഹരമായ ഭാവന കേട്ടാ. ചിരിച്ച് ചിരിച്ച് പൂക്കൾ പൊഴിക്കുകയാണെന്ന് ചെടികൾ. അതെ, ദേഷ്യം വന്നിട്ടാവും പറിച്ച് നടാൻ വരാണാവോന്ന് പേടിച്ചിട്ട്. അടുത്ത വായിക്കാം എന്നെ ട്രോളെന്ന് അതുകൾ പറയും. സജീവൻ EK. അജിയെ തമാശയ്ക്ക് പോലും പറയരുത് തേങ്ങ വീണ് ചത്തുപോകുമെന്ന്. ചത്തുപോയാൽ എങ്ങനെയാണ് ഇതുപോലത്തെ കോമഡി വീഡിയോ കാണുന്നത്? നാവിൽ എപ്പോഴാണ് ഗുളികനിരിക്കുന്നത് പറയാൻ പറ്റില്ല. വല്ലപ്പോഴും ഒരു വടിയടിക്കേണ്ടി വരും എന്ന് തോന്നുന്നു. അടുത്തത് ഷീല നിത്യൻ. കപ്പക്കിഴങ്ങ് ഉണ്ടായതിനു ശേഷം വലിച്ചു കളഞ്ഞാൽ പോരെ? ചെടികൾ
ഇലച്ചെടികൾ പറിച്ചു മാറ്റുന്ന പോലെ കപ്പ മാറ്റി നട്ടാൽ എങ്ങനെയാണ് കിഴങ്ങുണ്ടാകുക? ചിലതെങ്കിലും സരിത പറയുന്നത് അനുസരിക്കൂ. അടുത്തത് സിജോ സോണി. ശരിക്കും അജു എന്തൊക്കെയാണ് കാണിക്കുന്നത്? വീഡിയോയ്ക്ക് വേണ്ടി മാത്രം കൃഷി ചെയ്യുന്നതാണോ എന്ന് സംശയം. വിളവൊക്കെ കിട്ടുന്നത് ബോണസ്. സരിത നീ സമ്മതിച്ചു അജുവിനെ സഹിക്കുന്നതിന്. സരിത പറയുന്നുണ്ട് സരിത വെച്ചൊന്നും അജു നനയ്ക്കില്ല എന്ന്. അതുപോലെ ചെയ്യുന്നത് എല്ലാം ഇരട്ടിപ്പണിയാണ്. ചാക്കിൽ മണ്ണ് നിറയ്ക്കുന്നതൊക്കെ കണ്ടാലറിയാം ചുമ്മാ സമയം കളയാനാണെന്ന്. സരിത എന്ത് കാര്യപ്രാപ്തിയോടെയാണ് കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത്? പറയാം. ABC. അജുവിന്റെ ക്യാരക്ടർ ഞാൻ പറയട്ടെ. നിങ്ങൾ ശരിക്കും ഒരു ഈഗോയിസ്റ്റിക് അല്ലേ? സരിതയെ അംഗീകരിക്കാതിരിക്കുന്നതോ പോട്ടെ, പ്രേക്ഷകരെയെങ്കിലും അംഗീകരിക്കാൻ പഠിക്കൂ. ചെക്കൻ അഹങ്കാരം അല്പം കൂടിയോ എന്നൊരു ഡൗട്ട്. ശരിക്കും അജു ഒരു നല്ല കൃഷിക്കാരനാണോ? ആയിരുന്നുവെങ്കിൽ ആ ഇലകൃഷി അങ്ങനെ പറിച്ച് കളയില്ലായിരുന്നു. നിങ്ങളുടെ ശുഷ്കിച്ച തോട്ടത്തിലെ ഒരു പച്ചപ്പായിരുന്നു, അതുകൂടി ഇല്ലാതാക്കി. ദുഷ്ടൻ. പിന്നെ കുറ്റം പറയുന്നു എന്ന് പറയരുത്. പൂട്ട് അല്ലടോ കോപ്പേ, പുട്ടാണ്. തൻ്റെ പൂട്ട് കേൾക്കുമ്പോൾ എനിക്ക് വേറെ മീനിങ് ഓർമ്മ വരുന്നു. ദൈവമേ. അടുത്തത് വിനീത. ഇതിനൊക്കെ ഇതിനെ ഒരുമിച്ച് ഓക്കെ. വിനീത മാർക്സ്. രാവിലെ തന്നെ വിഷമമായി. അജുവിൻ്റെ ഓരോ കാര്യങ്ങൾ കണ്ട് കഷ്ടം തന്നെ. നന്നായി നിന്നിരുന്ന ആ ചീരയെ പറിച്ചു മാറ്റിയത് കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് അജുവിനെ ഒറ്റ കുത്തിന് കൊല്ലാനാണ് തോന്നിയത്. വെറുതെ അല്ല ചെയ്ത എല്ലാ ബിസിനസ്സും പൊട്ടി പാളീസായത്. ക്ഷമയില്ല ഒന്നിനും. ചിലപ്പോൾ തോന്നും അജുവിന് ഒരു ചെറിയ വട്ടുണ്ടെന്ന്. മേരി ജോൺ. പാവം എൻ്റെ സരിതക്കുട്ടി എങ്ങനെ ഈ അജുവിൻ്റെ കോപ്രായങ്ങൾ സഹിക്കുന്നു? അടുത്തത് മണി രാജേശ്വരി. അല്പം അഹങ്കാരം കൂടിയോ? അത് നല്ലതല്ല. കാണിക്കുന്നത് എല്ലാം എല്ലാവരും സഹിക്കും എന്ന് ധരിക്കരുത്. ഇപ്പോൾ കുറേ ഇതുകളൊക്കെ കേട്ടു. അതായത് നമ്മളാ വള്ളിച്ചീര മധുരക്കിഴങ്ങിൻ്റെ ഇത് വള്ളികൾ പറിച്ച് മാറ്റി ഇതാക്കുന്ന ഒരു കുഴപ്പം. അതായത് അത് വെറും തങ്കാൻറ്റി കൊണ്ടുവന്നപ്പോൾ വെറും 2 തണ്ടുകൾ ഞാൻ വെറുതെ ഒരു കോലുകൊണ്ട് കുത്തിയിട്ട് വെറുതെ വെച്ചിട്ടുള്ളതാണ്. പിന്നെ അതിങ്ങനെയാണ് പടർന്ന് ഇങ്ങനെയാണ് നിറഞ്ഞായിപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെറുതെ മോടിയോടെ വേര് പടലം പോകണല്ലോ, അടിയിലേക്ക് താഴ്ന്ന് ഇറങ്ങണില്ല, ഒരിക്കലും ഇറങ്ങില്ല. ഇറങ്ങിയതാണ് ഒരെണ്ണം നമ്മളിത് ഇത്രയ്ക്ക് പോകുന്ന ഒരു മധുരക്കിഴങ്ങ് കണ്ടത്. പിന്നെ ആ തെങ്ങിൻ്റെ ചുറ്റും ഇങ്ങനെ കാട് പിടിച്ചാണ് കിടക്കുന്നത് ആ സാധനം. കാണാൻ ഭംഗിയുണ്ട്. പക്ഷെ അതുകൊണ്ട് അതിൻ്റെ അടിയിൽ കിഴങ്ങുകൾ അങ്ങനെ ഉണ്ടാവില്ല. അത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഉറച്ച് കിടക്കുന്നതാണ്. അതിൻ്റെ ഇങ്ങനെ ചെറിയ ചെറിയ ഞാരുകൾ മാത്രം ഇങ്ങനെ ഭൂമിയിലേക്ക് ഇറങ്ങാൻ പാടുപെടാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് മാറ്റിയത്. ഇപ്പോൾ ഞാൻ മാറ്റുന്നത് പറഞ്ഞാൽ ഞാൻ കൃഷി സ്ഥലത്തിൽ ഞാൻ എന്തൊക്കെ കാണിക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ വീഡിയോയിൽ എഡിറ്റ് ചെയ്യാണ്ട് നമ്മൾ കാണിക്കുന്നുണ്ട്. എല്ലാ കൃഷിക്കാരും ഇപ്പോഴും മാറ്റിയിട്ടുണ്ട്, എല്ലാ സ്ഥലത്തും മാറ്റിയിട്ടുണ്ട്. പക്ഷേ നിങ്ങളത് കാണില്ലെന്നല്ലോ. ഒരു കാലത്ത് കണ്ടിട്ടില്ലേ മറ്റേ ഈ റബ്ബർ മുഴുവൻ വെട്ടിയിട്ട് കൊക്ക ഭയങ്കരമായിട്ട് ഇപ്പോൾ ഓരോരുത്തർ ഏക്കർ കണക്കിനാണ് ഈ നമ്മുടെ വീട്ടിലത്തെ മരങ്ങളൊക്കെ പല ഈ തെങ്ങുകളും ഇതൊക്കെ മുറിച്ചിട്ട് കൊക്ക കൃഷി ചെയ്ത്. ഓർമ്മയുണ്ട് സരിതയ്ക്ക്? നിനക്ക് ഓർമ്മയുണ്ടല്ലേ? 1982 1985 അങ്ങനെ നിസ്സാര ഇപ്പം അതിന് വില കൂടി അങ്ങനെ എന്തൊക്കെ ഉണ്ടായിട്ടുള്ളത് കാര്യങ്ങളല്ലേ. നമ്മൾ ഈ അടുക്കളയിൽ ഇപ്പോൾ ഒരു അടുക്കളയിൽ പണിയെടുക്കുന്നുണ്ടല്ലോ, കുറേ പാത്രങ്ങളുണ്ടാവും, കുറേ സാധനങ്ങളുണ്ടാവും ഇല്ലേ? അത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് മാറ്റി അങ്ങോട്ട് മാറ്റി ഒതുക്കിയൊക്കെ വയ്ക്കുമ്പോൾ ഒരു സുഖം കിട്ടില്ലേ? കിട്ടില്ലേ? ഒരു മാനസിക സംതൃപ്തി. വൃത്തിയായിട്ടൊക്കെ ഒതുക്കി നമുക്ക് ചിലപ്പോൾ തോന്നും ഇത് ഇവിടെ ഇരിക്കുന്നത് ശരിയല്ല, അത് അവിടെ ഇരിക്കുന്നത് ശരിയല്ല. ഇതിപ്പോൾ എന്താ വെച്ചിട്ട് ഞാൻ മാറ്റുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിളവില്ലാണ്ടാകുമ്പോഴാണ് ഞാൻ മാറ്റുന്നത്. അപ്പോൾ എൻ്റെ തോന്നലാണ് അല്ല അതില് ഇതില്ല. ആൻറ്റി വന്നിട്ട് 6 മാസം കഴിഞ്ഞു. അപ്പോഴേക്കും വിളവുണ്ടാവുന്ന ടൈം കഴിഞ്ഞു ഇതിന്. അപ്പോൾ ഓരോ മാറ്റുന്നതിനും ഓരോരോ കാരണങ്ങൾ ഞാൻ ന്യായീകരിക്കില്ല കേട്ടാ. പക്ഷേ അല്ല ഞാൻ പറയാണ്, അത് കാണുന്നവർക്ക് കുറ്റം തോന്നാം. എല്ലാ കൃഷിക്കാരും എല്ലായ്പ്പോഴും അവരവരുടെ സ്ഥലങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എപ്പോഴും. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കാണിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് തന്നെ വിമർശിക്കാം, ധൈര്യമായിട്ട് വിമർശിച്ചോളൂ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ കള്ളികളും നല്ല ഈ ഫലഭൂയിഷ്ടമായിട്ട് നല്ല പോലുള്ള മണ്ണിളക്കം കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ നിന്ന് പിന്നെ മാറ്റുന്ന പ്രശ്നം വരില്ല. വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യണമല്ലാട്ടാ. വീഡിയോ ശരിക്കും മാറ്റണതിൻ്റെ ഒരു 10% പോലും വീഡിയോയിൽ കാണിക്കണില്ല. അത്രയ്ക്കധികം അതിൽ അവിടെ ഓരോന്ന് മാറ്റുന്നുണ്ട്. ഞാൻ തന്നെ ഇന്ന് ചെന്നിട്ട് ചെല്ലുമ്പോൾ പോലെയല്ല നാളെ ചെല്ലുമ്പോൾ. ഇപ്പോൾ ഞാൻ 2 ദിവസം 3 ദിവസം കൂടി ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. ഇന്നിപ്പോൾ ഞായറാഴ്ച വന്നതാട്ടോ, വൈകുന്നേരമായിട്ടാണ് വന്നേക്കണേ. ഞാൻ ഇന്നിപ്പോൾ അങ്ങോട്ട് പോയിട്ടില്ല. നാളെ കാലത്തിന് ചെല്ലുമ്പോൾ എന്തൊക്കെ അവിടെ ഉണ്ടാവും ദൈവത്തിന് മാത്രം. അതല്ലേ നമുക്ക് ഒരു കാഴ്ചയുണ്ടല്ലോ, അത് അതുപോലെ വരുത്തണം എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മളിത് ചെയ്യുന്നത്. ചിലത് നട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ മുരടിച്ച് അങ്ങോട്ട് നിൽക്കും, അത് വലുതാവില്ല. അപ്പോൾ അത് കാണുമ്പോൾ അതങ്ങോട്ട് മാറ്റി കളയാണ്, വേറെ വയ്ക്കാം, വേറെ അവിടെ നല്ല ഇതാക്കിയിട്ട് വെക്കാം. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. നിൽക്കണതൊക്കെ എല്ലാവരും മാറ്റുണ്ടാവും, പറിച്ചു കളഞ്ഞ് വേറെ വെക്കണ്ടാവും നല്ലത്. അത് ആളുകൾ ശരിയാ. അതായത് ആളുകള് പക്ഷേ
ചേട്ടൻ തുറ ചെയ്യണേ നന്നായി വളർന്നു വരണ തന്നെയാണ് മാറ്റി വേറെ നന്നായി വളരാൻ ഇപ്പൊ ഇതാണ് മാറ്റിയിട്ടുള്ളത്. ഈ മധുരക്കിഴങ്ങിനെയാണ് മാറ്റിയിട്ടുള്ളത്. മധുരക്കിഴങ്ങ് അവിടെ ഞാൻ പറഞ്ഞില്ല 6 മാസമായി. ഇത് അവിടെ ഇതില്ല, കടയിലില്ല. ആ സമയം നമ്മൾ അവിടെ നോക്കിയ 3.5 മാസമായിട്ടുള്ള വെച്ചിട്ടുള്ള മധുരക്കിഴങ്ങ് കൊടുക്കി പറിച്ചു കൊണ്ടുവന്നിട്ടില്ല. നീ ഇതിലുണ്ടായിട്ടില്ല, മണ്ണിളക്കില്ല അവിടെ. അതുകൊണ്ടാണ്. ഹാപ്പി ലൈഫ് കുറച്ച് ദിവസമായി കമന്റ് ഇട്ടിട്ട് വെക്കേഷൻ അല്ലേ 3 ദിവസം എൻ്റെ വീട്ടിലായിരുന്നു, ഇന്ന് തിരിച്ചു വന്നു. ഈ സരിതേച്ചിക്ക് എന്ത് ക്ഷമയാ. ഈ അജുവേട്ട സരിതേച്ചി പറയുന്നത് ഒന്നും കേൾക്കില്ല. ആ മധുരക്കിഴങ്ങ് വള്ളി പറിച്ച് കളയുന്ന കണ്ടപ്പോൾ അജുവേട്ടനോട് എനിക്ക് ദേഷ്യം വന്നു. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ കൈക്കോട്ട് വാങ്ങി തലക്കടിച്ചേനെ. ഇനി എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ഉള്ളി നടന്നത്? അത് മുളച്ച് വന്നാൽ പറിച്ച് കളയാനുള്ളതല്ലേ. പ്രസീത ജഗദീഷ്. ഉള്ളിന്നും പറിച്ച് കളയില്ല. ഉള്ളി അങ്ങനത്തെ സാധനങ്ങളൊന്നും പറിച്ച് കളയാൻ പറ്റില്ലല്ലോ. അതിന് പറിച്ച് വേറെ സ്ഥലത്ത് നിന്ന് നടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായാലും ഉള്ളിക്ക് ഒറ്റ വളർച്ചയുള്ളൂ. അതൊക്കെ നമുക്കറിയാം. അല്ല, അവരൊരു തമാശ കിട്ടാണ്. അതെനിക്കറിയാം. ശിവകൃഷ്ണൻ. അജു ഇപ്പോൾ കുറച്ച് കോമാളിയാകുന്നോ എന്ന് സംശയമുണ്ട്. അത് എനിക്കറിയില്ല. നമ്മളങ്ങനെ ആവാൻ ശ്രമിക്കണമെന്നില്ല. നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ നമ്മളെ കാണിക്കുന്നു. അപ്പോൾ കോമാളിത്തരം പോലെ ചിലപ്പോൾ തോന്നാം. അത് ഇത്തിരി ഗ്ലിത്തരാണുള്ളത് ചേട്ടന്. ഒരു സ്പീഡ് കൂടുതലും ഒരു വെപ്രാളം ഇല്ലേ, അതുണ്ടാവും. ഗൗരി കേശവ്. ആ ചെടികൾക്കെല്ലാം നമ്മളെപ്പോലെ കയ്യും കാലും ഉണ്ടായിരുന്നെങ്കിൽ എഴുന്നേറ്റ് നിന്ന് അജു ചേട്ടൻ അടിച്ചേനെ. രാവിലെ തന്നെ അജു ചേട്ടൻ ലാഗ് ചെയ്ത് പറയാതെ പറയുമ്പോൾ തന്നെ തോന്നിയിരുന്നു അത് പറിച്ചു കളയാനുള്ള പുറപ്പാടിലാണെന്ന്. അവിടെയുള്ള കൃഷി ചെടികളെല്ലാം തന്നെ അജു ചേട്ടൻ അടുത്തേക്ക് വരുമ്പോൾ പേടിച്ചായിരിക്കും നിൽക്കുന്നത്. അടുത്തത് DSS. അജു ചേട്ടാ, അല്ല അജു അണ്ണാ, നിങ്ങൾക്ക് പറ്റിയതല്ല കൃഷി. അനിലേട്ടൻ മര്യാദയ്ക്ക് അവിടെ കൃഷി ചെയ്യുമായിരുന്നു. ആ സജീവൻ്റെ പറമ്പിൽ അനിലേട്ടൻ ഓരോന്നും ചെയ്തു വരികയായിരുന്നല്ലോ. അപ്പോഴാണല്ലോ നമ്മളെ ഏറ്റെടുത്തത്. ആലും ചേട്ടനാണെങ്കിൽ അവിടെ നിറച്ച് വാഴ വെച്ചിട്ടാണ്, കാടും പുല്ലൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടേ. അടുത്തത് പുഷ്പ രാമചന്ദ്രൻ. അജുവിന് സത്യത്തിൽ ഒരു സിനിമയിൽ ചാൻസ് കൊടുക്കണമായിരുന്നു. നമ്മുടെ ഇന്നസെൻ്റ് ചേട്ടൻ്റെ പിൻഗാമിയായി മാറും. ഇത് കാണുന്ന ആരെങ്കിലും സിനിമയിൽ നിന്നുള്ളവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് പ്ലീസ്. വമ്പിച്ച വിജയമായിരിക്കും. ഇവരുടെ കളിയും ചിരിയും തമാശയും കാണാനാണ് ഞാൻ ഈ വ്ളോഗ് നോക്കുന്നത്. അത് കുറേ പേര് പറയണത് തന്നെയാണ് കേട്ടോ. ഞാൻ എന്നെ പുകഴ്ത്തി പറയണതല്ല കേട്ടോ. ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ 10,500 മീതെ വീഡിയോ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാണ്ട് വന്ന് സംഭവിക്കുന്ന വീഡിയോകളാണ് ഒരുവിധമൊക്കെ. അതിൽ വരുന്ന തമാശകളായാലും അബദ്ധങ്ങളായാലും എന്നിട്ടായാലും വരുന്നതാണ്. ഇപ്പോൾ സിനിമയിൽ വരുന്ന ഒരാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംവിധായകൻ ഒരു കൊല്ലത്തിൽ 2-3 സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഈ നടന്മാരൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കുറേ നടന്മാരെ കൈ നിൽക്കുന്നുണ്ടാവും. പിന്നെ ഞാൻ കാട് കയറുന്നുണ്ട്. കുറേ ഈ തിരക്കഥയിൽ എഴുതിയിട്ടുണ്ടാവും ഈ തമാശകളൊക്കെ. അങ്ങനെയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ എന്നെ ഒന്ന് പൊക്കി പറയട്ടെ. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കരമായൊരു സംഭവമാണെന്ന് എനിക്ക് തോന്നാറില്ലേ. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു കോളേജിൽ പഠിച്ചിരുന്ന ഒരു കൂട്ടുകാരി പറഞ്ഞു കേട്ടില്ലേ, അജു നീ ഇത്ര തമാശക്കാരനാണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞില്ലേ. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ എവിടെയായിരുന്നു ഒളിപ്പിച്ച് വെച്ചിരുന്നതെന്ന് ചോദിക്കണേ. അപ്പോൾ എനിക്കെന്നെ അറിയില്ല, നമ്മൾ തമാശ ചെയ്യണ്ടോന്നും എനിക്കറിയില്ല. കാരണം അത് വന്ന് ഭവിക്കുന്നതാണ് അതൊക്കെ. അല്ലാണ്ട് തമാശ പറയാൻ വേണ്ടി വല്ലതും പറഞ്ഞു അപ്പം അത് ട്രാജഡി ആയിരിക്കും, കോമഡി ആയിരിക്കില്ല. അത് കാണുമ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് ചിരിക്കാന്നല്ലോ. പക്ഷെ തന്നെത്താൻ ഓരോന്ന് പറയും, പറഞ്ഞിട്ട് ജാതി സീരിയസ് ആയിട്ട് നിൽക്കുക. നമ്മളൊക്കെ ചിരിക്കും, ആൾ ജാതി സീരിയസ് ആയിട്ട് നിൽക്കും. ഈ നമ്മൾ ചാനൽ തുടങ്ങിയില്ലേ, വീഡിയോയിൽ എടുക്കാൻ തുടങ്ങിയ പിന്നെയാണ് ചേട്ടനും അത് ആസ്വദിക്കാൻ തുടങ്ങി. ചേട്ടൻ്റെ തമാശകൾ ചേട്ടൻ തന്നെ വീഡിയോയിൽ കാണുമ്പോഴേ ചേട്ടൻ ചിരിക്കും. അപ്പം നമ്മളെല്ലാവരും ചിരിക്കുമ്പോൾ ആൾക്ക് ഇത്തിരി ദേഷ്യമായിരുന്നു. അല്ല, നമ്മൾ വീണ്ടും കാണുന്നില്ലല്ലോ, പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇതിപ്പം നമ്മൾ വീണ്ടും ചിലപ്പോൾ എഡിറ്റ് ചെയ്യാതിരിക്കുമ്പോൾ അത് കാണാം. അതിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന നിതിൻ എഡിറ്റ് ചെയ്തിട്ട് അത് കാണിച്ച് അത് പറയും, ഇത് ഭയങ്കര തമാശയുടെ ഈ വീഡിയോ കഴിഞ്ഞപ്പോൾ അറിയില്ല എന്ന് പറയും. അപ്പോൾ കാണുമ്പോഴാണ് എനിക്ക് അത് മനസ്സിലാവണത്. അപ്പോൾ നമ്മൾക്ക് അപ്പോൾ കുറച്ച് ചെറുതായിട്ട് അല്ല സിനിമയിൽ അഭിനയിക്കപ്പോൾ ആഗ്രഹമൊന്നുമില്ല. അതൊക്കെ ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞു. സിനിമയിലേക്ക് ആരും വിളിക്കും വേണ്ട, എനിക്ക് ഇഷ്ടമില്ല. ഇപ്പോൾ അങ്ങനെ പറയരുത്, മലയാള സിനിമയ്ക്ക് തീരെ നഷ്ടമാണ് ചേട്ടാ. അതെനിക്കറിയാം. വരില്ല എന്ന് പറയരുത്. ഞാൻ വരില്ല, എന്നെ വിളിച്ചാലും വരില്ല, ഞാൻ അഭിനയിക്കാൻ വിളിച്ചാലും വരില്ല, ആര് വിളിച്ചാലും വരില്ല. സംവിധാനം ചെയ്യാൻ വിളിച്ചാലോ ചേട്ടന്റെ തിരക്കഥയും കൊണ്ടുവരാൻ അത് ഞാൻ ചിലപ്പോൾ സംവിധാനം ചെയ്യും. അത് ഇപ്പോൾ ഞാൻ അഭിനയിക്കില്ല, എനിക്ക് വേണ്ട അഭിനയിക്കാം, ഞാൻ നിർത്തി. എനിക്ക് ഇതില് നമ്മുടെ ഇപ്പോഴത്തെ ഷോർട്ട് ഫിലിംസുകൾ കുഞ്ഞിൽ നമ്മൾ ഇറക്കണില്ലേ, സത്യൻ ഷീല കോംബോ ആയിട്ട്. അതിൽ ഞാൻ സുമലതയും ചേട്ടൻ്റെ പേര് മോഹൻലാൽ എന്നാണ്. ഒക്കെ സിനിമ നടന്മാരെ പേരുകൾ കൊടുത്തിട്ടാണ് അതിൽ ഓരോ കഥാപാത്രങ്ങൾ വരുന്നത് കേട്ടാ. അപ്പോൾ അതിൽ ചേട്ടൻ എന്ത് നന്നായിട്ടിപ്പോൾ അഭിനയിക്കണേ. മുന്നത്തെ അരിക്കഥയിലൊക്കെ അഭിനയിച്ചാണ് കാണണം.
പിന്നെ അതുപോലെ ചേട്ടൻ നാടകത്തിൽ അഭിനയിക്കുമ്പോഴും അത് ഞാൻ ചേട്ടനോട് പറയാറുണ്ട്, ഇത് ചേട്ടനെ പറ്റിയ പണിയല്ല, ചേട്ടൻ്റെ അഭിനയം ഒട്ടും ശരിയാവണില്ല, ഫ്ലെക്സിബിൾ അല്ല, കൃത്രിമം, ഡയലോഗ്സ് ഡെലിവറി ഒക്കെ കൃത്രിമമാണ് എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. പക്ഷെ ഇപ്പോൾ നന്നാവുന്നുണ്ട്. നന്നാവുമ്പോൾ ഞാൻ നന്നായി തന്നെ പറയും, അടിപൊളിയായിട്ടുണ്ടെന്ന് പറയാം. ആ കുചേലൻ്റെ ആ സാധനം എന്തൊരു ഫീലായിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ എപ്പോഴാണ് ചേട്ടൻ ഇറക്കിയത്? കഴിഞ്ഞ വേനൽക്കാലത്ത് രോഹിണിക്കാണ്. ആ സമയത്ത് കുചേലദിന അങ്ങനെ എന്തോ ഒരു സാധനത്തിനാന്ന് തോന്നുന്നു, അല്ല വിഷുവിന് അല്ലേ, വിഷുവിനാന്ന് തോന്നുന്നുണ്ട്. ഒരു സാധനം ഒരു കഥ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മളൊരു ദാരിദ്ര്യ ഫാമിലി ആയിരുന്നു. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ കൂട്ടുകാരനെ കാണാൻ പോണതാണ്, സത്യനെ, അതായത് സത്യൻ ഭയങ്കര കോടീശ്വരൻ, സത്യനെ കാണാൻ പോണത്. അപ്പോൾ അതിൽ ആ ചേട്ടൻ്റെ വരവും ഇങ്ങനെ പേടിച്ചിട്ടുള്ളൊരു വരവ്, സ്വന്തം വീടാണ്, നമ്മുടെ വീട്ടിലേക്ക് തന്നെ. അപ്പോൾ അതൊക്കെ ഒറ്റത്തേക്ക് ഓക്കെ, ഞങ്ങൾക്ക് അത്ഭുതം. ചേട്ടൻ പറഞ്ഞു കൊടുത്തിട്ടേ ഇല്ല എങ്ങനെയാണ് അത് അഭിനയിക്കേണ്ടതെന്നൊന്നും. പക്ഷേ ചേട്ടൻ ചെയ്തത് അത് കറക്റ്റായിരുന്നു. ആ പേടിച്ചിട്ട് ആ കസേരയുടെ ഒരു തെറ്റത്ത് പേടിച്ചിട്ടുള്ള ഇരിപ്പും, അതായത് നമുക്കൊരു വലിയ വീട്ടിൽ പോയി നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇരിക്കില്ല, നമുക്ക് ഇരിപ്പുറക്കില്ലല്ലോ വലിയ കാശുകാരുടെ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ. അപ്പോൾ അതുപോലത്തെ ചേട്ടൻ്റെ ഇരിപ്പ്, നോട്ടം, സംസാരം, പതിഞ്ഞിട്ടുള്ള സംസാരം, അങ്ങനെ ഭയങ്കര രസമായിട്ടുണ്ട്. ഒരു പാവം തോന്നും നമുക്ക്. പിന്നെ ഒറ്റ ടേക്കില് ഓക്കെ എന്നുള്ളതാണ്, ഒരു പ്രാവശ്യം പോലും റിപ്പീറ്റ് വേണ്ടി വന്നില്ലേ. അത് കാരണം നമ്മുടെ വീഡിയോ, അങ്ങനത്തെ വീഡിയോകൾക്കായാലും ബ്ലൂപ്പേഴ്സ് ഇല്ല, ഒക്കെ മിക്കവാറും ഒറ്റ ടേക്കിൽ ഓക്കെ ആവും. അങ്ങനെ ഇപ്പൊ ഇറക്കിയതില് കുറെ ബ്ലൂപ്പേഴ്സ് ഉണ്ട്. വൈഷ്ണവ അതില്ലേ നയാ പൈസ ഇല്ല, ഞാൻ ചിരിച്ചിട്ടേ ചിരിച്ച് വയ്യാണ്ടായി. നമ്മുടെ റിന്തൻ പറയണത് കേട്ടിട്ടേ ഞാൻ അടുത്ത് നിൽക്കണ്ടെങ്കിലും ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല, രസത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടാ. അത് ക്രിസ്മസിന് ഇറക്കിയതാ. അപ്പോൾ എന്തിനാ പറഞ്ഞു വന്നിട്ട് ഇപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറിയൊരു കഴിവ് ഈശ്വരൻ തന്നിട്ടുണ്ട്, ചെറുതായിട്ടെങ്കിലും. ആളുകളെ ചിരിപ്പിക്കാനായിട്ട്, ആളുകളെ ചിരിപ്പിക്കാൻ പറ്റുക, ആളുകളെ വിഷമിപ്പിക്കാൻ ഭയങ്കര സുഖമാണ്. പക്ഷെ ചിരിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊരു കഴിവ് കിട്ടാന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ. എന്തൊരു ഒരു 5 മിനിറ്റ് അന്യനെ പൊക്കി പറഞ്ഞു തോറ്റു. എന്നാലും ചേട്ടൻ ആ സാധനങ്ങൾ പറിച്ചു കളഞ്ഞ് ശരിയായില്ലേ. ഇനിയെങ്കിലും ആ ലക്ഷണം കേട്ട വാക്ക് എന്നോട് പറയാണ്ടിരിക്കേ. അടുത്തത് പുഷ്പരാമചന്ദ്രൻ. ഓർക്കത്ര ഇത് ഈ കമന്റുകൾ വായിച്ചത് സരിത പറഞ്ഞ് കുറേ ഇതുണ്ട്, എന്നെ പൊങ്കാലി ഉണ്ടെന്ന് പറഞ്ഞിട്ടേ. അപ്പോൾ എടുക്കുമ്പോഴായാലും നമ്മുടെ തലേരുള്ളിൽ ഈ മറ്റേ മധുരക്കിഴങ്ങ് എന്ന് പറഞ്ഞ വാക്ക് മാത്രമാണ് എപ്പോഴും വരുന്നത്. പിന്നെ നമ്മളിതൊക്കെ വായിക്കുന്നുണ്ട്, നമുക്കിത് വേണമെങ്കിൽ ഒഴിവാക്കി കളയാം നിങ്ങൾ പറയുന്നതൊന്നും. പക്ഷേ നമുക്കിത് നിങ്ങൾ പറയുന്ന വാക്കുകളൊക്കെ നമ്മൾ വില മതിച്ചിട്ടാണ് നമ്മളിതൊക്കെ വായിക്കുന്നത്. പുഷ്പ, അപ്പൊ ഇതിനൊക്കെ മറുപടി ചേട്ടൻ കൃഷിയിലൂടെ കൊടുക്കണം, വേണ്ടിട്ടോ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടല്ലോ കൃഷി ചെയ്യണത്. അടുത്തത് പുഷ്പ രാമചന്ദ്രൻ. അജു തെങ്ങിന്റെ മുകളിലേക്ക് നോക്കി ഇതിലും ഒന്നുമില്ല എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നി അടുത്ത ആ തെങ്ങ് വെട്ടി താഴോട്ട് ഇടുമെന്ന്. പക്ഷെ ചെയ്തില്ല. സരിതയുടെ ഭാഗ്യം. സരിത കൂടെ ഇല്ലെങ്കിൽ അജു ആ ചെടി നടും, അത് കുറച്ച് വലുതാവുമ്പോഴേക്കും പറിച്ചു കളയുകയും ചെയ്യുമായിരുന്നു. ഞാൻ കൂടെ ഉണ്ടായിട്ടും എന്താ കാര്യം, ഇതന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കണേ. ഇദ്ദേഹം നാറാണത്ത് ഭ്രാന്തന്റെ പുനർജന്മമാണോ എന്നൊരു സംശയം. ഏതായാലും എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടായിരിക്കും അജു അങ്ങനെ ചെയ്തത്. വെയിറ്റ് ആൻഡ് വാച്ച്. ഈ ചേച്ചിക്ക് കാര്യം മനസ്സിലായി. പാവം, എനിക്ക് അജുവിനെ ഇഷ്ടമാണ്. പാവം, നിഷ്കളങ്കനാണ്. അടുത്തത് മോളി സണ്ണി. ജനുവരി 4 ഞങ്ങളുടെ 38ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. ഒന്ന് വിഷ് ചെയ്യാമോ മക്കളെ? 38ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന മോളി ചേച്ചിക്കും സണ്ണി ചേട്ടനും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വിവാഹ വാർഷിക ആശംസകൾ. ഇനിയും ഒരു 100 കൊല്ലം കൂടി നിങ്ങൾ അങ്ങനെ ഒരുമിച്ച് അങ്ങോട്ട് ജീവിക്കും സന്തോഷത്തോടെ. അതെ. അടുത്തത് ഇന്ദിര കെയർ. സരിതേ, ആദ്യം തന്നെ പറയട്ടെ, പാട്ട് സൂപ്പർ. പക്ഷെ അത് തുടങ്ങിയതേ നിർത്തിക്കളഞ്ഞല്ലോ, കഷ്ടമായി പോയി. അജു ആ പറിച്ചു കളഞ്ഞത് മധുരക്കിഴങ്ങ് തന്നെയാണ്. ഇപ്പോൾ നട്ടതുപോലെ ചാക്കിൽ നട്ടാലും അതിൻ്റെ വള്ളി നിലത്തേക്ക് പടർന്നു വരും. അപ്പോൾ ഈ പറിച്ചത് വെറുതെ ആവില്ലേ? അതിങ്ങനെ പടർന്നു ഇങ്ങനെ പൂലേന്ന്. ശരി. കൃഷിക്കിടയിലും MTS മരിച്ചല്ലോ. അദ്ദേഹം യാത്ര തിരിച്ചു, 2ാം ഊഴമില്ലാതെ. നമുക്ക് പ്രാർത്ഥിക്കാം ആ മഹാപ്രതിഭയ്ക്ക് വേണ്ടി. ആ പാട്ട് മറ്റേത് ഒരു മയിൽ പീലിയായി, അത് ഞാൻ അവിടെ നിന്ന് നമുക്ക് പാടിണ്ടത്. അതാ ഉമാമോഹൻ. അജു ഒരു കോമഡി ആർട്ടിസ്റ്റ് ആവേണ്ട ആളായിരുന്നു. അതാണ് നമ്മളിപ്പോൾ കുറച്ച് സമയം പുകഴ്ത്തിയത്. പക്ഷേ സിനിമയിൽ ഇങ്ങനത്തെ ഒരു കോമഡി ചെയ്യേണ്ടി വന്നാൽ, ഇപ്പോൾ ജഗതി കൽപ്പനയൊക്കെ കോംബോ ഇല്ലേ, അല്ലെങ്കിൽ ഇന്നസെൻ്റ് കൽപ്പന, അവർ അല്ലെങ്കിൽ KPC അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് സിറ്റുവേഷൻ മാത്രമേ കൊടുക്കുള്ളൂ. അവർ ആ സമയത്തേക്കുള്ള ഡയലോഗ്സ് പറയാമെന്ന് കേട്ടിട്ടുണ്ട്. സലീം കുമാറൊക്കെ എത്രയോ നമ്മൾ ട്രോളാൻ ഉപയോഗിക്കുന്ന സലീം കുമാറിൻ്റെ ഡയലോഗ്സൊക്കെ ആൾ കയ്യിൽ നിന്ന് എടുത്തിടുന്നതാണ് ആ സമയത്ത് നിന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന കലാകാരന്മാരുണ്ട്. അതുപോലെ നമുക്ക് പറ്റുമെന്ന് അറിയില്ല. നമ്മളിവിടെ നമുക്ക് വ്ളോഗ് എടുത്ത് നടക്കുമ്പോൾ നമ്മളായിട്ട് തന്നെ നിൽക്കുമ്പോൾ ഈ തമാശ വരുന്ന പോലെ നമ്മളൊരു ക്യാരക്ടറായിട്ട് മാറുമ്പോൾ ആ തമാശ വരുമെന്ന് അറിയില്ല അല്ലേ.
നമുക്ക് ആ സംവിധായകൻ പറഞ്ഞു തരുമല്ലോ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ ചെയ്ത് തഴക്കം വരുമ്പോഴാണ് നമുക്ക് തന്നെ ഓരോന്ന് വരാം അല്ലേ. പിന്നെ നമ്മളെയും പരിഗണിക്കില്ല അവര്. അപ്പോൾ സംവിധാനം പണിക്ക് പരിഗണിക്കുന്ന പല നമ്മളോട് പറയാ കൈ നിർത്തോളാൻ പറയില്ല, എന്തിട്ടാ തോന്നിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്തോളാൻ പറയില്ല. അതൊരു തൃശ്ശൂക്കാരൻ്റെ റോള് കിട്ടണം ചേട്ടന്. ഒരു തൃശ്ശൂക്കാരൻ്റെ ഇപ്പൊ കൃഷിക്കാരൻ അല്ലെങ്കിൽ ഒരു കറവക്കാരൻ അല്ലെങ്കിൽ ഒരു ഡ്രൈവർ, വലിയ കാശുകാരൻ്റെ റോളാവരുത് കേട്ടാ. അതല്ലാണ്ടുള്ള സാധാരണക്കാരനായിട്ടുള്ള ഒരു റോള് ചേട്ടന് കിട്ടണം, തൃശ്ശൂക്കാരനാവണം. അപ്പോൾ പറയാണ് ഈ സിറ്റുവേഷനിൽ എന്തുട്ടായിരിക്കും തൃശ്ശൂക്കാർ പറയാ, അതുപോലെ അജു പറഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ ചേട്ടൻ പൊരിക്കും അല്ലേ. അവർ പറഞ്ഞു കൊടുക്കുന്ന ഡയലോഗ് പറയണതിനേക്കാളും ചിലപ്പോൾ നന്നായിട്ട് ചെയ്യും. അടുത്തത് മെറീന ജോസ്. അജു ചെയ്ത എല്ലാ ബിസിനസ്സും പൊട്ടിപാളീസായി. ഇപ്പോൾ കൃഷിയും ഒന്ന് പച്ച പിടിച്ചു വരുമ്പോഴേക്കും അജു അതിനെ പറിച്ചു മാറ്റും. സരിത പറയുന്ന അല്പമെങ്കിലും അനുസരിക്കും. പാവം സരിത നട്ട വിത്തിന് അജു നനയ്ക്കില്ല എന്ന് കേട്ടപ്പോൾ സങ്കടമായി. ഈ അജു അത്ര നിഷ്കളങ്കനല്ലെന്ന് മനസ്സിലായി. തമാശി പറഞ്ഞാണ് നനയ്ക്കുന്നത്. ഇപ്പോൾ ആ ഉള്ളിക്ക് ഞാൻ ഇന്നലെ 3 വട്ടം നനച്ചിട്ടുണ്ട്. ഇവിടെ നട്ടത് ഒക്കെ മുളയ്ക്കണം നോക്കിക്കോ. അതിവിടെ ഇവിടെ ഒരു കുമ്പളങ്ങി അങ്ങോട്ട് എപ്പോഴോ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അതിന് ചേട്ടൻ നനയ്ക്കാറില്ലായിരുന്നു. ഞാൻ നട്ട കുമ്പളങ്ങിക്ക് ഓർമ്മയുണ്ട് ചേട്ടന്? ഓർമ്മയൊന്നുമില്ല. എന്നാ ഞാനൊരു സത്യം പറയാം, എനിക്കത് ഓർമ്മയില്ല അല്ലേ. അതിന് വന്നേക്കണ 2 റിപ്ലൈ നോക്കിട്ട് ചേട്ടാ. ദേ ഇവിടെ നോക്കാമോ എന്ന് പറയണ ഒരു ചാനൽ ആളിട്ടേക്കാണേ. അജു നിഷ്കളങ്കനല്ല, ബാക്കി എല്ലാവരും നിഷ്കളങ്കന്മാരാണ്. അതായത് നമ്മുടെ ബാക്കി ചേട്ടന്മാർ വീട്ടിലുള്ളവരൊക്കെ നിഷ്കളങ്കന്മാരാണ്, അജു നിഷ്കളങ്കനല്ല. അജുവിൻ്റെ ഉള്ളിൽ ഒരു വില്ലനുണ്ട്. അങ്ങനെ. അടുത്തത് നിഹാൽ കൃഷ്ണ. എൻ്റെ അജു ഏട്ടാ, കൊള്ളിയോ ചേനയോ ചാക്കിൽ നടന്ന പോലെയല്ല ബത്താസ് പറഞ്ഞു കഴിഞ്ഞാൽ മധുരക്കിഴങ്ങാവൂലേ, ചാക്കിൽ നടുന്നത്. അതിൻ്റെ കടക്കല്ല കിഴങ്ങുണ്ടാവുക, അതിൻ്റെ വള്ളി എവിടെ പോകുന്നു അവിടെയാണ് കിഴങ്ങുണ്ടാവുക. പിന്നെ ഈ ചാക്കിൽ നട്ടിട്ട് എന്ത് കാര്യം? അതായത് ഒരു കടയിൽ എങ്ങനെ ഉണ്ടാവുന്ന ഒരു പരീക്ഷണം നടത്തുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വിയറ്റ്നാമിലത്തെ ഞങ്ങളുടെ ഒരു ചാക്കിൽ കൃഷി കണ്ടല്ലോ, അത് കണ്ടിട്ടാണ് കാണിച്ചു തന്നില്ലേ, ഞാൻ വീഡിയോ കാണിച്ചു തന്നില്ലേ. അതുപോലെ ചെയ്ത് നോക്കണതിന്. അടുത്തത് അംബിക മേനോൻ. ടു മെനി നെഗറ്റീവ് കമന്റ്സ് ബട്ട് ദാറ്റ്സ് ഓക്കെ, ജസ്റ്റ് ബി ഹൂ യു ആർ and continue what you think you want to do and show in your vlogs. Full support Aju and Sarida. By the way, what is the latest update of Seema's health? അങ്ങനെ ചേട്ടന് ഇത്രമാത്രം നെഗറ്റീവ് കമൻസിൻ്റെ ഇടയിലും ഒരു ഫുൾ സപ്പോർട്ടായിട്ട് നമ്മുടെ അംബിക മേനോൻ എന്ന് പറഞ്ഞ ചേച്ചി വന്നിരിക്കുകയാണ്. എന്താണ് അജുവിന് തോന്നണമെങ്കിൽ അത് ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം അതാണ് നമുക്ക് സന്തോഷം നൽകുക, നിങ്ങളെയും സന്തോഷിപ്പിക്കാൻ പറ്റും. നിങ്ങൾക്ക് ചിലപ്പോൾ എന്നോട് കുറെ ദേഷ്യം ചീത്തയൊക്കെ പറയാം. അല്ല, കുറെ നാളായാലും ഇത് മാറ്റണത് കാണണേ. അപ്പൊ അങ്ങനെ ആദ്യമൊക്കെ ആളുകൾക്ക് ചിരി വരും. പിന്നെ ഇത് എന്തിട്ടത്, ഇതന്നൊരു പണിയായിട്ട് നിക്കണ, ഇയാളിത് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യണതാണോ, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കൃഷി അങ്ങനെ തോന്നാണ് ആളുകൾക്ക്. ഞാൻ പറഞ്ഞില്ല, നമ്മൾ കൃഷിയിൽ നമ്മൾ പാചകം ചെയ്യണില്ല, അതിൽ അബദ്ധം പറ്റി കാണിക്കുന്നില്ലേ, മറ്റുള്ളവർ കാണിക്കുന്നില്ല. അല്ല, ഇതും ചെയ്യണത് കൃഷി സ്ഥലത്തില് മാറ്റങ്ങൾ വരുത്തണത് നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ആര് കാണുന്നതൊക്കെ ബാക്കിയുള്ളവരെല്ലാവരും ചെയ്യുന്നുണ്ട്. അവരവരെ കൃഷി സ്ഥലങ്ങളൊക്കെ മാറ്റങ്ങൾ നടത്തുന്നുണ്ട്. മോശമായിട്ട് നിൽക്കണമെന്ന് തോന്നണമൊക്കെ കളയുണ്ടാവും, കുരുടിച്ചു പോയി അങ്ങനെയൊക്കെ ഉള്ളത് അത് കാണിക്കണ്ടാവില്ല. അല്ല, അതിനെ ഇനി പറഞ്ഞിട്ട് സമയം കളയണില്ല. അടുത്തത് ഈശ്വിത്സ്വാൻ വി. എൻ്റെ അമ്മേ, ഈശ്വിത്ത് സാൻ വി. സരി, ദേഷ്യം കൊണ്ട് അജുവിന് ഒന്നും പറയാൻ തോന്നുന്നില്ല. ദേഷ്യം അത്രയ്ക്ക് വന്നിട്ടേ കിടന്ന് വിറയ്ക്കുകയാണെന്ന്, ഒന്നും വരുന്നില്ല വായില്. സരിയെ സമ്മതിച്ചിരിക്കുന്നു, നീ എത്ര പാവമാണ്, കുറച്ചായി വീഡിയോ പോലും മുഴുവനായിട്ട് കാണാൻ തോന്നാറില്ല എന്ന് ചേട്ടൻ്റെ കോപ്രായങ്ങൾ കാരണം. അടുത്ത് ഗഫൂർ. നിങ്ങളുടെ ഒരു സബ്സ്ക്രൈബറാണ് ഞാൻ. എന്നെ ഇതിലേക്ക് ആകർഷിച്ചത് നിങ്ങൾ ജ്യേഷ്ഠാനുജന്മാർ തമ്മിലുള്ള ഐക്യവും അടുപ്പവുമാണ്. എന്നെപ്പോലെ ഒരുപാട് ആളുകൾ അങ്ങനെ തന്നെ ആകാനാണ് സാധ്യത. നിങ്ങളുടെ വ്ളോഗിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് അനിലേട്ടൻ. എനിക്കും അങ്ങനെ ഒരുപാട് ആളുകൾക്കും വളരെ ബഹുമാനമുള്ള അനിലേട്ടൻ. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, അദ്ദേഹത്തിൻ്റെ ഭാര്യ അസുഖബാധിതയായി ഹോസ്പിറ്റലൈസ്ഡ് ആണെന്ന് അറിയുന്നു. എത്രയും പെട്ടെന്ന് ഭേദമാകട്ടെ. നിങ്ങൾക്ക് അവരുടെ വിവരങ്ങൾ എല്ലാ വീഡിയോകളിലും അറിയിക്കേണ്ട ബാധ്യതയുണ്ട്. അത് 2 വീഡിയോകളിലും കണ്ടില്ല. പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലൈസ് ആയത് നമ്മൾ പറയട്ടെ തന്നെയല്ല അറിഞ്ഞേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഭേദമായി എന്നുള്ളതും പറയണ്ടായിരുന്നല്ലോ.
എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. കുറവുണ്ട് എന്ന് പറയണ്ടല്ലോ, അതുകൊണ്ട് ഇപ്പോൾ ആള് വീട്ടിലെത്തി. ഇന്നലെ വീട്ടിലെത്തി. അടുത്തത് രജനീഷ് കോട്ടുകൽ. സത്യത്തിൽ ഹൈലൈറ്റ് മാൾ കാണണം എന്ന് കരുതിയിരുന്നു. വീഡിയോ കണ്ടപ്പോൾ വലുതായി അവിടെ ഒന്നുമില്ല എന്ന് തോന്നി. ലുലുവിൽ കയറാൻ കഴിയാത്തതിനാൽ അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ മാത്രം അവിടെ ഒന്ന് പോകണമെന്ന് തോന്നി. വീഡിയോ എടുക്കാൻ സമ്മതിക്കാത്തത് ഇതുകൊണ്ട് തന്നെ ആകും. അടുത്തത് മോഹൻപുള്ളി എന്ന് പറയുന്ന അമ്മയുടെ ഫ്രണ്ടാണ്, എൻ്റെ അമ്മയുടെ ഒപ്പം പഠിച്ചിട്ടുള്ള ആള്, SLC ബാച്ചിലുള്ളതാ. ഡോണ്ട് സേ ദാറ്റ് ഈസ് മൈ നെഗറ്റീവ് കമൻറ്റ്സ് എഗൻസ്റ്റ് യുവർ ചാനൽ. നെഗറ്റീവ് കമൻറ്റ് പറയാമെന്ന് വിചാരിക്കരുതെന്ന്. സരിത ഈസ് ഓവർ ആക്ടിങ് ആൻഡ് ലുക്കിംഗ് ഫോർ ദ ഡിഫോൾട്ട്സ് ഓഫ് അജു. ഐ സജസ്റ്റ് സരിത ടു സപ്പോർട്ട് ആൻഡ് കമൻറ്റ് പോസിറ്റീവ് ടു അജു. ഇറ്റ് വിൽ ബി ഹെൽത്തി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ യുവർ ഫാമിലി. ഹൈലൈറ്റ് മലയാളം തൊട്ടാണ്. അല്ല, ഞാൻ ചേട്ടനെ ഭയങ്കരമായിട്ട് ഓവർ ആക്ടിങ് ആണ്. ചേട്ടൻ്റെ തെറ്റുകൾ ഞാൻ കണ്ടുപിടിക്കാൻ നിൽക്കാന്ന്. അപ്പോൾ അങ്ങനെ ചെയ്യാണ്ട് സപ്പോർട്ട് ചെയ്യാൻ നിൽക്കണമെന്ന്, ചേട്ടനെ കുറിച്ച് പോസിറ്റീവായിട്ട് പറയണമെന്ന്. അങ്ങനെ നമ്മുടെ ഫാമിലിയിൽ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് കൊണ്ടുവരാനാണ് അദ്ദേഹം പറയുന്നത്. അല്ല, ഹൈലൈറ്റ് മാളിലും തൊട്ടാ ഞാൻ ചേട്ടനെ കുറ്റം കണ്ടുപിടിച്ചേ. ലുലു മാളിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ അത് ഞാൻ പറഞ്ഞതാണോ? അത് പിന്നെ സാധാരണ ഒരു കാണാൻ പറ്റാണ്ടിരിക്കുമ്പോ സാധാരണ പറയുന്ന ഒരു കാര്യമില്ല. വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതിന്റെ മുന്നിൽ വരെ പോയിട്ട് നമ്മളെ കാണിച്ചു. പിന്നെ കൈ കഴുകുമ്പോ വെള്ളം കൂടുതൽ വന്നപ്പോ ഒന്നോ രണ്ടോ പ്രാവശ്യം വെള്ളം എടുത്താൽ പോരെ എന്ന് പറഞ്ഞത് അതൊക്കെയാണ്. അതൊക്കെ നിർദ്ദേശങ്ങളല്ലേ, കുഴപ്പമില്ല, അതൊക്കെ പറഞ്ഞോട്ടെ. ഇതൊക്കെ രസമല്ലേ, കളിയാക്കട്ടെ, നമ്മളങ്ങോട്ടും തിരിച്ചു കളിയാക്കാം, അങ്ങനെ അങ്ങോട്ട് പോട്ടെ. അടുത്തത് സുനിൽ മിഥില മിലൻ. ഇന്നലെ എന്തു പറ്റി? കുറേ കാത്തു നിന്നു. ചതിക്കല്ലേ, താങ്ങാവുന്നതിലപ്പുറം മനസ്സങ്ങ് മുരടിക്കും നിങ്ങളൊരു ദിവസം കണ്ടില്ലെങ്കിൽ. അജു പറഞ്ഞ ശരിയാണ്, നമുക്ക് കാണാൻ പറ്റാത്തത് നിങ്ങളും കാണണ്ട. സരിതയെ ഒരു ദിവസം വീഡിയോ ഇല്ലാതെ കൊണ്ടുപോയാൽ മതി സരിതേനെ. കണ്ട ആൾക്കാർക്ക് കാത്തിരുന്നിട്ട് കാണാൻ പറ്റാണ്ട് മനസ്സും മുരടിക്കുകയാണെന്ന്. നോക്കി അതൊരു ദിവസം നമ്മൾ വീഡിയോ ഇട്ടില്ല. അന്ന് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ഇട്ടാൽ മതിയായിരുന്നു രാവിലെ തന്നെ, ഇന്ന് വീഡിയോ ഇല്ല എന്ന് പറഞ്ഞിട്ടേ. MTക്ക് ഒരു ആദരാഞ്ജലികളും കൊടുക്കേണ്ടതായിരുന്നു. ശവസംസ്കാര ദിവസമായിരുന്നു. അടുത്തത് മിനി തങ്കച്ചൻ. അജു സരിത, നല്ലൊരു കുടുംബത്തിനെ പരിചയപ്പെടുത്തി തന്നല്ലോ, വളരെ സ്നേഹമുണ്ട്. എനിക്ക് തൃശ്ശൂക്കാരെ പണ്ട് തുടങ്ങി വളരെ ഇഷ്ടമായിരുന്നു. ആ ഭാഷയായിരുന്നു ഭയങ്കര ആകർഷണം, നീട്ടിയും കുറുക്കിയും ഉള്ളത്. എൻ്റെ ഇളയ മോൻ്റെ കൂടെ ഒരു തൃശ്ശൂക്കാരൻ പയ്യൻ പഠിക്കുന്നുണ്ട്. ഞാൻ സംസാരിക്കാറുണ്ട് അവനോട്. പകുതി എനിക്ക് മനസ്സിലാകുന്നില്ല, എന്നാലും ഞാൻ ഊഹിച്ചെടുത്ത് സംസാരിക്കും. എൻ്റെ മൂത്ത മോൻ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ഇളയ മോന് തൃശ്ശൂരിൽ നിന്ന് ആലോചിക്കാം എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെയാണ് സഹോദര സ്നേഹം. ഒത്തൊരുമ താമരശ്ശേരിയിലും കാട്ടൂക്കാരനെയും മാതൃകയാക്കേണ്ടതാണ്. ഇവിടെ കാട്ടൂക്കാരന്മാർ മാത്രമല്ല, മൊയിലന്മാരുണ്ട്. ചേട്ടനനിയന്മാരാണ് 5 ആണോ എന്ന് അറിയില്ല. അവരെങ്ങനെ ചെയ്തേക്കണമെന്ന് പറയും. അവരൊരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അവർക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഒരു വലിയ സ്വിമ്മിംഗ് പൂള്, പിന്നെ ഒരു ഹട്ട്, ഒരു ട്രീ ഹൗസ് പോലത്തെ, പിന്നെ എല്ലാ ഞായറാഴ്ചയും അവരവിടെ ഈ 4 കുടുംബക്കാരും കൂടും എല്ലാ ഞായറാഴ്ചയും. എന്നിട്ട് അവരവിടെ മറ്റേ ക്യാമ്പ് ഫയറും ഗ്രില്ല് ചെയ്ത് ഫുഡ് കഴിക്കലും ഗ്രില്ല് ചെയ്യാനുള്ള സാധനങ്ങളും അങ്ങനെ ഒക്കെ ഉണ്ട് അവിടെ. എല്ലാവരും കൂടി ആഘോഷം. നമ്മള് ഒരാൾ പറഞ്ഞിട്ടാണ് പറഞ്ഞത്, നിങ്ങള് അവിടെ ഒരു വീടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ. ഭയങ്കര സന്തോഷം അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ. അടുത്തത് PVM റൂംസ്. നിങ്ങളുടെ ചെറിയേട്ടനെ പോലുള്ളവർ കേരളത്തിൽ വളരെ കുറവായിരിക്കും. ജീവിക്കാനുള്ള അറിവിന്റെ ഭണ്ഡാകാരമാണ്. പുതിയ തലമുറ കണ്ടുപിടിക്കണം. എന്തൊരു സിമ്പിളായ മനുഷ്യൻ, ദീർഘായുസ് കൊടുക്കട്ടെ. അടുത്തത് ഷെഫീഖ് BK. പറമ്പിന്റെ തെക്കുവടക്ക് മൂലയ്ക്ക് ഒരു കുടിലുണ്ട്. അവിടെ പോയിരുന്ന് ഇച്ചിരി കഞ്ഞി, ഇച്ചിരി മെഴുക്ക് പുരട്ടി, ഇച്ചിരി കൊള്ളി പുഴുങ്ങിയത്. വീഡിയോയുടെ വ്യൂ പറന്ന് കൂടും. ബൈ ദ ബൈ, ദിസ് വീഡിയോ ആസ് യൂഷ്വൽ ലൈക്ക് എ സത്യനന്ദിക്കാട് മൂവി. പച്ചപ്പ് ഹരിതാഭ ചെറിയേട്ടൻസ് വേൾഡ്. നല്ല രസമായിട്ടുള്ള കമൻറ്റ് അല്ലേ. സിന്ധു, ഇത്രയും കൃഷി ഉണ്ടായിട്ട് നിങ്ങൾ അവിടെ പശുവിനെ വളർത്തുന്നില്ലേ? തോട്ടിലെ വെള്ളത്തിൽ നിന്നും എലിപ്പനി പോലെയുള്ള അസുഖങ്ങൾ വരാതെ നോക്കണം കേട്ടോ. കാഴ്ചകൾ മനോഹരമായിരുന്നു. കഴിഞ്ഞ ദിവസം കാണിച്ച ജ്യൂസിൻ്റെയും കുറുക്കിൻ്റെയും ഷോർട്ട് വീഡിയോ ഇടാമോ സരിത? പശുവിനെ വളർത്താത്തത് നമുക്ക് ഇപ്പോൾ പുറമേക്ക് പല സ്ഥലങ്ങളിലേക്ക് പോകേണ്ട ആവശ്യം വരും. പശു ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഇവിടെ ഒരാൾ ഉണ്ടാവണം. അതിൻ്റെ കൃത്യസമയത്തിന് അതിനെ നോക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. കോഴിക്ക് എന്ന് പറഞ്ഞാൽ കോഴിക്കോട് അടച്ചിട്ട് കോഴി മീനുകൾ തീറ്റിട്ട് കൊടുക്കാം. അതുപോലെ പശുവിനെ നോക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. പശു ഉണ്ടായിരുന്നായിരുന്നു ഇവിടെ നമുക്ക് നോക്കാൻ പറ്റാണ്ട്, നമുക്ക് സമയമില്ലാണ്ട് നമ്മൾ പുറത്തേക്ക് പോകണതല്ലേ, അതുകൊണ്ട് കൊടുത്താണ്.
തറവാട്ടിലുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വരുമ്പോഴൊക്കെ പശു ഉണ്ട്. ഞാൻ വന്നിട്ട് ഒരു 1-2 കൊല്ലത്തോളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് പശു ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ജഗ്ഗു ചെറുതായിരുന്നപ്പോ ജഗ്ഗുന് നല്ല പാല് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ പശുവിനെ വെച്ചാൽ അങ്ങനെയാണല്ലോ നമ്മൾ ഈ തൊഴുത്തുണ്ടാക്കി. ആ തൊഴുത്താണ് ഇപ്പൊ കോഴിക്കോടായി മാറി. പിന്നെ തോമൽതോ ഇന്നത്തെ വീഡിയോ കണ്ട ചെറുേട്ടൻ്റെ വീട്ടിലെ ഭക്ഷണ രീതിയൊക്കെ കേട്ട് മരുമകളാകാൻ പോകുന്ന കുട്ടി അമ്മയോട് പറയുന്നുണ്ടാവും, അമ്മേ എന്തെങ്കിലുമൊക്കെ ടേസ്റ്റി ആക്കിയിട്ട് ഉണ്ടാക്കി ഇപ്പോൾ തന്നോളൂ കേട്ടോ. അവിടെ ചെന്നാൽ പിന്നെ മൊത്തം ഹെൽത്തി ഫുഡായിരിക്കും. നിങ്ങൾ രാവിലെ പല്ല് തേക്കാത്ത കാര്യം വീഡിയോയിൽ പറയാതിരുന്നെങ്കിലും കൂടെ പല്ല് 2-3 മിനിറ്റ് മാത്രമേ തേക്കാവെന്നാണ് വിദഗ്ധർ പറയുന്നത്. നിങ്ങൾ 1 മണിക്കൂർ വല്ലതുമാണോ തേക്കുന്നത്? അതിനുപോലും സമയമില്ലാതെ വീഡിയോ പിടിക്കാൻ ഇറങ്ങുന്നത്. 1-2 മിനിറ്റ് അല്ലേ വേണ്ടോന്ന്. അത് കാലത്ത് അതിരാവിലെ നമ്മൾ നടത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കാലത്ത് അതിരാവിലെ ഇപ്പോൾ പല്ലേക്കില്ല വായുന്ന് കഴുകും, നന്നായിട്ട് കഴുകും. നമ്മൾ രാത്രി പല്ലേക്കില്ലോ, പിന്നെ കാലത്ത് എന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇതിട്ട് കഴുകും, വിരലിട്ടിട്ട് മുഖമൊക്കെ കഴുകണ പോലെ. എന്നിട്ട് അതിരാവിലെ തന്നെയാണല്ലോ അങ്ങോട്ട് പോകുന്നത്. എനിക്ക് ബ്രഷ് ഇട്ടിട്ട് പല്ലേക്കുമ്പോൾ എനിക്ക് ഓക്കാൻ വരും കാലത്ത് എണീറ്റപ്പന്നെ. അത് എപ്പോഴോ അങ്ങനത്തെ ഒരു ഇത് ചെറുപ്പത്തിൽ വന്നു. ചെറുപ്പത്തിലൊക്കെ എണീറ്റപ്പന്നെ ഈ മുക്കേരിയും ഇതൊക്കെ ഇട്ട് പല്ലേക്കാറുള്ളതാണ്. പിന്നെ എന്നോട്ടോ അങ്ങനെ വന്നപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ പല്ല് തേക്കാറുള്ളൂ എണീറ്റ് കഴിഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലത്ത് എണീറ്റ് ഭക്ഷണം കഴിക്കേണ്ട നേരത്തൊക്കെ ആവും അല്ലേ? ചിലപ്പോൾ കാലത്ത് അങ്ങോട്ട് പറമ്പിലേക്ക് കളിക്കാൻ പോകും. അങ്ങനെ. ശരത് CB ബാബു, ഡിസംബർ മാസത്തിലെ പുലർക്കാലം അതിമനോഹരമാണ്. കാലത്ത് തന്നെ പറമ്പിലൊരു ചെറു തണുപ്പോട് കൂടി നടക്കാൻ ഒരു പ്രത്യേക ഫീലാണ്. കോടമഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന പറമ്പും പാടവും മഞ്ഞിൻ്റെ ചെറുതുള്ളികളാൽ ഇലകളിലെല്ലാം തുള്ളിയായി ഇരിക്കുന്നതും ആ മഞ്ഞുതുള്ളിയിൽ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. അതൊക്കെ കണ്ടു നടക്കുന്ന ഫീൽ എത്ര കണ്ടാലും അനുഭവിച്ചാലും മതി വരില്ല. ഒരുപാട് സ്നേഹത്തോടെ ഇഷ്ടത്തോടെ ശരത്. അർജുൻ VK, നമസ്കാരം ചേട്ടാ, സരചേച്ചി, ജഗ്ഗു. സുന്ദരമായ കൃഷിസ്ഥലത്തിലെ കാഴ്ചകളെല്ലാം കാണുമ്പോൾ തന്നെ മനസ്സ് പോസിറ്റീവാകും. ഇന്ന് ചീരയുടെയും പയറിൻ്റെയും വിളവെടുപ്പ് കാണാനും അതുപോലെ അനിലേട്ടൻ്റെയും ചെറിയേട്ടൻ്റെയും അടുക്കളത്തോട്ടത്തിലെ കൃഷികളെല്ലാം കാണാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം, സ്നേഹം. ഇപ്പോഴത്തെയും പോലെ വീണ്ടും കാണാൻ സാധിക്കുന്ന അതിമനോഹരമായൊരു വീഡിയോ. ഹാവ് എ വെരി ബ്യൂട്ടിഫുൾ ഡേ. റിയാസ്, അനിലേട്ടൻ ഇല്ലെങ്കിൽ ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ്. ചെറിയേട്ടില്ലെങ്കിൽ മാങ്ങയില്ലാത്ത മാവ് പോലെയാണ്. അജു ഇല്ലെങ്കിൽ എരിവില്ലാത്ത മുളക് പോലെയാണ്. സരിത ഇല്ലെങ്കിൽ ബാറ്ററി ഇല്ലാത്ത ക്ലോക്ക് പോലെയാണ്. ഒന്നിനും കൊള്ളില്ല. കൂടെ ജഗ്ഗും കൂടെ ഇല്ലെങ്കിൽ മധുരമില്ലാത്ത പായസം പോലെയാണ്. എന്നിട്ട് ചിരിയുടെ കുറേ മോജിട്ടാ. സരിത, ദേ ചെറിയേട്ടൻ വീണ്ടും വിളിക്കുന്നു. അത് കേട്ടാ അജു, എങ്കിൽ വേഗം നടക്ക്, വല്ല ബൂസ്റ്റോ ജ്യൂസോ കലക്കി വെച്ചിട്ടുണ്ടാവും. സരിത, എങ്കിൽ വേഗം വാ ചേട്ടാ. അടുത്തത് ലിറ്റോ വില്ലി, ആ വീട്ടിലെ ആൻഡോ ചേട്ടൻ പൊളിയാണ്. ഇത് നമ്മുടെ കാട്ടുകാരൻ. ഫ്രണ്ട്ലി ഫാമിലി. 2-3 മാസം കഠിനാധ്വാനമാണ് ആൻഡോ ചേട്ടൻ്റെയും ജോസിൻ്റെയും. ഇനി എല്ലാ കൊല്ലവും ക്രിസ്മസിന് അവിടെ പോയിരിക്കും. നിങ്ങളുടെ കഴിഞ്ഞ കൊല്ലത്തെ വീഡിയോ കണ്ടാണ് ഈ കൊല്ലം ഇവരുടെ വീട്ടിൽ പോയത്. അവിടെ വെച്ച് തന്നെ അജു ചേട്ടനെയും സരിതയെയും ജഗ്ഗുകൂട്ടനെയും നേരിൽ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. കോവിഡ് കാലം മുതൽ നിങ്ങളുടെ വീഡിയോ മുടങ്ങാതെ കാണുന്നതാണ്. എല്ലാ ദിവസവും രാവിലെ തുടങ്ങുന്നത് തന്നെ നിങ്ങളുടെ വീഡിയോ കണ്ടുകൊണ്ടാണ്. ഓർമ്മയുണ്ട് നമ്മൾ ചെന്നപ്പോൾ തന്നെ അവിടെ നിന്ന് 2 പേര് ഇറങ്ങി വരുന്നുണ്ടായിരുന്നത്. അതാണ്. എന്നിട്ട് പറഞ്ഞു ലിറ്റോ വില്ലി എന്നിട്ട് കമൻറ്റ് ഇടാറുണ്ട് എന്ന് പറഞ്ഞു. ആളാണത്. എന്നിട്ട് ഒപ്പം ചേട്ടൻ്റെ ഒപ്പം നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു, സെൽഫി ഒക്കെ എടുത്തു. സിന്ധു, കേരളത്തിൽ ഇങ്ങനെയും ക്രിസ്മസ് ആഘോഷം ഉണ്ടല്ലേ, കൊള്ളാം. 15ാമത്തെ മിനിറ്റിൽ ചേട്ടൻ്റെ വയസ്സറിയിക്കാനുള്ള ചേട്ടത്തിയുടെ തിരക്ക്. സണ്ണി ചേട്ടൻ്റെ വീട്ടിലെ പേരയിൽ ചെയ്ത അലങ്കാരം സൂപ്പർ. 4 വീടും ഒന്നിനൊന്നും മെച്ചം, അവിടുത്തെ ആളുകളും. നല്ലൊരു വീഡിയോ അജു സരിത. അടുത്തത് പ്രേമ മലയത്ത്, നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളോടൊപ്പം ചേരുന്നവരും സൂപ്പർ. എല്ലാവരും നല്ല കലാകാരന്മാർ, എന്താ ഭംഗി. കണ്ണിനും മനസ്സിനും കുളിർമയേകിട്ടോ. സണ്ണി ചേട്ടൻ 2 ആളെയും പെരുത്തിഷ്ടായും തോന്നുന്നു. എന്ത് സ്നേഹമാണ് എല്ലാവർക്കും നിങ്ങളോട്. സൂപ്പർ വീഡിയോ, സന്തോഷം. അടുത്ത് പ്രിയ വിജയകുമാർ, അത് ചേട്ടൻ്റെ ഒരു കാര്യം, കാളവണ്ടി കാണേണ്ട താമസം. കാളയെ അനുകരിക്കാൻ കാണിച്ച ആ മനസ്സ് നമിച്ചു മനുഷ്യ. എല്ലാവരെയും ഒരുപാട് ഇഷ്ടമായി. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. എല്ലാവിധ ആശംസകളും നേരുന്നു. സന്തോഷം. വസന്ത പങ്കജ്, കണ്ണിന് വളരെയധികം കുളിർമ നൽകുന്ന കാഴ്ചകൾ കാണാൻ കാരണക്കാരായ അജു സരിത ജഗ്ഗു, നിങ്ങളോട് വളരെയധികം നന്ദിയുണ്ട്. നമ്മുടെ ഒല്ലൂരിലാണ് ഇത്രയും നല്ലൊരു കാഴ്ച എന്നറിഞ്ഞപ്പോൾ ഞങ്ങൾക്കും നേരിട്ട് പോയി കാണാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസകൾ നേരുന്നു. അടുത്തത് റിയാസ്, ആ വീടിൻ്റെ പുറത്തു നിന്ന ഒരാൾ ജോസേ എന്ന് നീട്ടി വിളിച്ചു. അതാ 4 വീടിൻ്റെയും വാതിൽ തുറന്ന് ഓരോരോ ജോസുമാർ ഓടി വരുന്നു. വിളിച്ചയാൾ ആ വരവ് കണ്ട് പേടിച്ചു പോയി. കർത്താവേ, ഇനിയിപ്പോൾ തല്ലാനുള്ള വരവായിരിക്കുമോ, വേഗം സ്ഥലം വിട്ടേക്കാം. ഇവരുടെ പേര് കേട്ടിട്ടാണ് ജോഷി തൻ്റെ പടത്തിന് പൊറിഞ്ചും മറയും ജോസ് എന്ന് പേരിട്ടതെന്നാണ് ഐതിഹ്യം. അങ്ങനെ. അപ്പോൾ റിയാസിൻ്റെ ഒരു കമൻറ്റും കൂടി വായിച്ചു കൂട്ടാ. നിർത്തി. ഇനിയുണ്ട് ഇഷ്ടം പോലെ കമൻസ്. ഇഷ്ടം പോലെ കമൻ്റ് ഉണ്ട്, എല്ലാവരും കമൻ്റ് ഇട്ടുണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ നമുക്ക് നിർത്താം, സമയം കുറേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.